لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين صدق الله العلي العظيم. സമാദരണീയനായ അധ്യക്ഷൻ സയ്യിദ് ബാപ്പുട്ടി തങ്ങളവറുകളെ, ഈ വേദിയിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ച് നമ്മോട് പ്രസംഗിച്ച ആദരണീയനായ ഇന്നത്തെ ദിവസം കോഴിക്കോട് ജില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വർക്കിംഗ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യനായ പണ്ഡിത ശ്രേഷ്ഠൻ അബ്ദുൽ ബാരി ബാക്കവി ഉസ്താദ് അവർകളെ, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ ആദരണീയനായ KKS തങ്ങൾ അവർകളെ, മലപ്പുറം ജില്ലാ SKSSFന്റെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് ഹാറൂൺ റഷീദ് മാസ്റ്റർ അവർകളെ, ബഹുമാന്യനായ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ അവർകളെ, ആലപ്പുഴ മുഹമ്മദ് മുസ്ലിയാർ, അടിമാലി മുഹമ്മദ് ഫൈലി, അപ്പള മുഹമ്മദ് ഫൈലി, ഹംസ ഫൈസി, പ്രിയപ്പെട്ട സയ്യിദ് അലവി ഹാജി, മുഹിദ്ദീൻ ഹാജി തുടങ്ങിയ സ്റ്റേജിൽ സന്നിഹിതരായ ഉലമാക്കളെ, സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു തആല പാറന്നൂർ ഉസ്താദ് നഗരിയിൽ ഉയർത്തപ്പെട്ടിട്ടുള്ള മഹനീയമായ സദസ്സിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അല്ലാഹു അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബന്ധുമിത്രാദികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും നമ്മോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയം വെക്കുന്നവരെയും നമ്മുടെ അഭ്യുദയകാംക്ഷകളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ മഹത്തായ നഗരി ഒരുക്കാൻ സൗകര്യം ചെയ്തു തന്ന ബഹുമാന്യ സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ പരിപാടി നടത്താൻ വേണ്ടി ഒരുപാട് ഓടി നടന്ന നമ്മുടെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകർ അല്ലാഹു അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി സംഭാവനകൾ നൽകിയവരെ അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലത്തോടുകൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ശബ്ദം ലോകത്തെ മലയാളി മുസ്ലിം സുഹൃത്തുക്കൾ പല ഭാഗത്തും കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. SKSSFന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ കേരളത്തിന്റെ ഒരുപാട് ഭാഗത്ത് ഒട്ടേറെ സുന്നി സമ്മേളനം ഇന്ന് നടന്നുകൊണ്ടിരുന്നിട്ട് പോലും ഇന്നത്തെ ഈ സമയം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വരമ്പനാല പ്രദേശത്തെ SKSSFന്റെ സമസ്ത ആദർശ സമ്മേളനത്തിന് കേൾക്കാൻ വേണ്ടി സമയം അനുവദിച്ച SKSSFന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ലൈവായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ ജാഗരൂകരായി അർദ്ധരാത്രി സമയത്ത് പോലും കണ്ണിൽ എണ്ണയൊഴിച്ച് സംവദിച്ചും തർക്കിച്ചും ഏറ്റുമുട്ടിയും പോരടിച്ച് പടക്കളത്തിൽ പടച്ചട്ടയണിഞ്ഞ പടക്കുട്ടികളെപ്പോലെ നിലകൊള്ളുന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സന്നദ്ധ പ്രവർത്തകർ,
അല്ലാഹുവേ, അവർക്ക് നീ അർഹിക്കുന്ന പ്രതിഫലം നൽകുകയും എല്ലാ പ്രതിസന്ധിയിൽ കൊണ്ട് അവരെ തരണം ചെയ്തുകൊണ്ട് ഉജ്ജ്വലമായി ആദർശത്തെ പ്രചരിപ്പിക്കാനുള്ള ഖുവ്വത്തും താഖത്തും ഫീക്കും നീ പ്രദാനേ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഞാനത് നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അലവിദാരിമി കുഴിമണ്ണ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വീട്ടിൽ എത്തിച്ചേരും. ക്ലിപ്പിങ്ങിന്റെ പിൻബലത്തോടുകൂടി കണ്ട് കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന രൂപത്തിലുള്ളൊരു ക്ലാസ് ഇവിടെ ശ്രദ്ധിക്കപ്പെടാൻ പോവുകയാണ്. ക്ലിപ്പിംഗ് കാണിക്കുന്നത് തെറ്റാണ് എന്ന ചില ആധുനിക മുഫ്തിമാർ നാടാകെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കിടം കിട്ടാതെ വരുമ്പോൾ ഇതുവരെ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് പറയുന്ന ഏർപ്പാട് മലർന്നു കിടന്ന് തുപ്പുന്നതിന് സമാനമാണ്. അത്തരക്കാർ പടിക്ക് പുറത്താണ്. പടിക്ക് പുറത്തായപ്പോൾ ചിലർ വാളിറക്കി ത്വരീഖത്തിനെ എതിർത്തിട്ടും ത്വരീഖത്തിനെ പിന്തുണച്ചിട്ടും സമസ്ത വിരോധികളെ പിന്തുണച്ചിട്ടും ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചിട്ടും ബാഫഖി തങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടും നിങ്ങൾ പുറത്താക്കാത്ത കാസിമിയെ കാന്തപുരം ഉസ്താദിനോട് മാപ്പ് പറഞ്ഞപ്പോഴേക്കും പുറത്താക്കിയത് എന്തിനാണ്? കാസിമിയോട് കാണിക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ സിമ്പതി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ കേവലം അങ്ങനെ ഒറ്റപ്പെട്ട ആളെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നില്ല. ഈ പറയുന്ന ഞാനായാലും സമസ്തന്റെ പടിക്ക് പുറത്തായാലും ഒറ്റപ്പെട്ടത് തന്നെയാണ്. ഒരു സമുദ്രത്തിന്റെ കൂടെ വെള്ളം ചേരുമ്പോഴാണ് തിരമാലയ്ക്ക് ആരവമുണ്ടാകുന്നത്. തിരമാല മാറി ഒരു ബക്കറ്റിൽ നിറച്ച് മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയാൽ ആ തിരമാല ആടില്ല, അത് പാടില്ല, അതിന് ശക്തി ഉണ്ടാവില്ല. തിരമാലയ്ക്ക് തോന്നണ്ട ഞാൻ വലിയ ആളായതുകൊണ്ടാണ് അറബിക്കടലിന് ഇത്ര ആരവം ഉണ്ടാവാൻ കാരണം എന്ന്. അങ്ങനെ തോന്നിയാൽ ആ തിരമാലയുടെ കഥ കഴിഞ്ഞതു തന്നെയാണ്. അങ്ങനെ ചില ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് സമസ്ത നടപടിയെടുത്തത്. അതൊരു പ്രക്രിയയാണ്. സമസ്തക്ക് ആരും വലുതല്ല, സമസ്തക്ക് വലുത് ആദർശമാണ്. ബഹുമാനപ്പെട്ട കുഴിമണ്ണ ഉസ്താദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മനസ്സിലാവും. സൗണ്ട് ഒന്നുകൂടെ കൂട്ടെ. അതുകൊണ്ട് ആരെങ്കിലും പുറത്താകുമ്പോൾ അതിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കാൻ ആരും വരേണ്ടതില്ല. കാന്തപുരത്തോട് കാസിമി മാപ്പ് പറഞ്ഞപ്പോൾ പുറത്താക്കി എന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾ പറയട്ടെ, അത് ഞങ്ങൾക്കൊരു പുതിയ അറിവാണ്. കാന്തപുരത്തോട് കാസിമി മാപ്പ് പറഞ്ഞതായി ഞങ്ങളാരും ഇവിടെ കേട്ടിട്ടുമില്ല, ഞങ്ങളാരും അറിഞ്ഞിട്ടുമില്ല. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും കാന്തപുരത്തിനില്ല എന്ന നാടാകെ പ്രസംഗിച്ച് നടന്നത് കാസിമിയാണ്. കൽബ് എന്ന പദം പോലും ആരോപിച്ച് വ്യക്തിഹത്യ നടത്താൻ വേദി ഉപയോഗപ്പെടുത്തിയതും കാസിമിയാണ്. ചില കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തെ അന്നേ നിർദ്ദേശിച്ചിട്ടുണ്ട്. പുറത്താക്കാൻ കാരണമൊക്കെ ഈ പറഞ്ഞ പല കാരണങ്ങളുമുണ്ട്. ഒടുവിൽ പുറത്താക്കാനുള്ള കാരണം അതൊന്നുമല്ല, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നിലപാടിനെ പരസ്യമായി എതിർത്തതുകൊണ്ടാണ്. പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് കോഴിക്കോട്ട് എല്ലാ റമളാനിലും ബഹുമാനപ്പെട്ടവരുടെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ കാലഘട്ടം മുതൽ അദ്ദേഹം അതുവരെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സൗഹൃദവേദി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട്ട് ഹൈസൺ ഹോട്ടലിൽ ഒരു നോമ്പ് തുറന്നുകൊണ്ട് സൗഹൃദവേദി പങ്കിടും. മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നത്തിൽ നമ്മളൊക്കെ ഒന്നിച്ചു നിൽക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും സംസ്ഥാനയുടെയും സമസ്തയുടെയും എല്ലാ ആളുകളും കൂടി ചേർന്നുകൊണ്ട് ഒരു സൗഹൃദം പങ്കിടുന്നത് കൊല്ലങ്ങളോളമായി നടന്നു പോരുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം പെരുന്നാളും നോമ്പുമൊക്കെ ഒന്നിച്ച് കഴിക്കാനുള്ള സംവിധാനം ഒരുക്കാനാണ്. അതിന് നോമ്പുതർക്ക് ക്ഷണിക്കാറുള്ളതും അതിന് അധ്യക്ഷത വഹിക്കാറുള്ളതും വഫാത്താകുന്നത് വരെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അതിന്റെ ശേഷം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഇതുകൊണ്ടാണ് ഒരു കൂട്ടർ പെരുന്നാൾ കഴിച്ചൊരു കാലഘട്ടം കഴിഞ്ഞിരുന്നു. അന്ന് ഉള്ള ചോറും ചക്കയിലൊട്ടി. അവർക്ക് എത്ര ആളുണ്ട് എന്ന് അന്നാണ് തിരിഞ്ഞത്. അവർ പെരുന്നാൾ ഉറപ്പിച്ചപ്പോൾ അത് ഉറച്ചില്ല. ഇനി സുപ്രയോളം വട്ടത്തെ കണ്ടാൽ ഞാൻ ഉറപ്പിക്കില്ല എന്ന് അയാൾ പോലും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമാവാനുള്ള കാരണം പെരുന്നാൾ ഒരു ദിവസമാവാനും നോമ്പൊരു ദിവസമാവാനും പരമാവധി ശ്രമിച്ചത് സൗഹൃദവേദിയുടെ ആ യോഗമാണ്. അതേപ്പറ്റി റഹ്മത്തുള്ളാഹി ഖാസിമി കോഴിക്കോട്ട്
വേദി നടത്തിയിട്ട് സ്വന്തം ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് സ്വന്തം സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന പ്രസംഗവും മുഖ്യാതിഥിയും നന്ദിയും ഒക്കെ ഒരാളാണ്. അയാൾ പ്രസംഗിച്ചതെന്താ? ഒറ്റയാൻ സംഘടന. അദ്ദേഹം പ്രസംഗിച്ചതെന്താ? ഹൈസൻ ഹോട്ടലിൽ കടങ്ങി പെരുന്നാൾ നോമ്പിനൊരു ഒരു ചായ കുടിച്ച് പിരിഞ്ഞാലൊന്നും സമുദായത്തിന്റെ ഐക്യമാവില്ല, അവർക്ക് എന്ത് കഥ അറിയും ആ ചായ കുടിച്ച് പിരിയുന്നവർക്ക് എന്നാണ്. സമുദായം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതേക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. സമുദായം ഒരുപാട് വിഷയങ്ങളുടെ പ്രശ്നങ്ങളുടെ പരുവത്തിൽ പോകുന്നുണ്ട്, അതേക്കുറിച്ച് ഈ ചായ കുടിക്കുന്നവർക്ക് ആലോചനയില്ല. സമുദായത്തിൽ ഒരുപാട് ആൾ ഇസ്ലാം വിട്ടുകൊണ്ട് കുഫരിയത്തിലേക്ക് പോകുന്നു, അതേ സംബന്ധിച്ച് ഈ ചായ കുടിച്ച് നടത്തുന്നവർക്കും ചായ കുടിക്കുന്നവർക്കും ചിന്തയില്ല. ഇവരൊക്കെ കാലം അറിയുന്നോ എന്ന് ചോദിച്ച് പാണക്കാട്ട് തങ്ങളെ ആക്ഷേപിച്ചതിന്റെ പേരിലാണ് അവസാനമായി ഇനി പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കാസിമിയെ പുറത്താക്കിയത്. അല്ലാതെ കാന്തപുരത്തോട് മാപ്പ് പറഞ്ഞിട്ടല്ല. അങ്ങനെ ആരും മനപ്പായസം ഉണ്ടണ്ട കൂട്ടരി. കാന്തപുരത്തോട് മാപ്പ് പറയാൻ കാസിം ഇനി തയ്യാറാകില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇതുവരെ പറഞ്ഞതായ വിവരം ഞങ്ങളുടെ അടുത്തില്ല. നിങ്ങളോട് അയാൾക്കുള്ള നിലപാട് പഴയ നിലപാടാണെന്നാണ് ഇന്നലെ വരെ ഞങ്ങളുടെ മുമ്പിലുള്ള അറിവ്. മാറി ചിന്തിക്കാൻ സമയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആവാം. ഞാനത് പറയാനല്ല ഇവിടെ വന്നത്. വന്ന സമയത്ത് നിങ്ങളുടെ ഒരു വാറോല കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. ഇരിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആശയം സ്വന്തമായൊരു ആദർശത്തെ നിർമ്മിച്ചതുകൊണ്ടല്ല, സമസ്ത പരമ്പരാഗതമായ ആശയത്തെ പിന്തുടരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവാന്തര വിഭാഗങ്ങളും പുത്തനാശയക്കാരും സ്വന്തമായി ആശയത്തെ നിർമ്മിച്ചവരാണ്. സമസ്തക്കാർ യാഥാസ്ഥികന്മാരാണ് എന്നാണല്ലോ ആരോപണം. സമസ്തക്കാർ പുരോഹിതന്മാർ എന്നാണല്ലോ ആരോപണം. യാഥാസ്ഥികന്മാരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുമെന്നാരും കരുതണ്ട. ഞങ്ങൾ തന്നെയാണ് യാഥാസ്ഥികന്മാർ. എന്താ യാഥാസ്ഥികത്വം എന്ന പദത്തിന്റെ അർത്ഥം? സഹോദരന്മാരെ, നമ്മുടെ ഈ സദസ്സിന് നല്ലൊരു സംഭാവന എന്നാൽ ഈ കുട്ടികളുടെ ചെലവൊക്കെ അങ്ങ് കഴിയും. ഇല്ലേ? തിരുവില്ലേ? അകമടിഞ്ഞ് എല്ലാവരും ഒന്ന് മസ്സറിഞ്ഞ് കീശയിൽ കൈയിട്ടാലേ വേറെ പിരിവിനൊന്നും കുട്ടികൾ പോകണ്ട. കുട്ടികൾ ഇതെന്നെ അധ്വാനിക്കും. പോസ്റ്റർ ഒട്ടിക്കും, ഫ്ലക്സ് വെക്കും. അപ്പൊ നേരത്തെ അബ്ദുൽ ബാരി ഉസ്താദിനോട് ഇരിക്കുന്ന സമയത്ത് പറയും, SKSFന്റെ കലണ്ടർ വാങ്ങാൻ എല്ലാവരോടും പറയണേ. മിക്ക വേദിയിലും അദ്ദേഹം അങ്ങനെയാണ്. പള്ളിയിൽ സമസ്തന്റെ കലണ്ടർ കാണാനുള്ള പൂതി, വീടുകളിൽ സമസ്തയുടെ SKSFന്റെ കലണ്ടർ കാണാനുള്ള വല്ലാത്ത താല്പര്യം. ഇപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ കലണ്ടർ ഒന്ന് പറയണേ, കുട്ടികൾ അവിടെ വിൽക്കുന്നുണ്ട്. കൊടുത്തു. ബിസ്മില്ലാഹിർ. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാരാണ്, അതുകൊണ്ട് അവർ കലണ്ടർ വിൽക്കും, പോസ്റ്റർ ഒട്ടിക്കും, നാടാകെ പ്രചരണം നടത്തും. അർദ്ധനാത്തിന് സമയത്ത് പോലും അവർ ആളെ കൂട്ടാൻ നടത്തും. ഇതൊക്കെ ചെയ്യും. പക്ഷെ പൈസ ഇല്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സറിഞ്ഞിട്ടാൽ, ഒരാൾ 100 റുപ്യ ഇട്ടാൽ തന്നെ മതി, ഒരു പിരിവ് മാറി പോകണ്ട. 100 അങ്ങനെ ഇട്ടോ, ഒരു 50 അങ്ങനെ ഇടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ഉസ്താദിന്റെ മഗ്ഫിറത്ത് നൽകപ്പെടാൻ ഒരുക്കപ്പെടുന്ന ഈ സദസ്സിൽ നമ്മൾ നൽകുന്ന സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് പാർന്ന ഉസ്താദിന്റെ കൂടെ അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ കടത്തുമാറാവട്ടെ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വതന്ത്രമായി ചിന്തിക്കുന്ന പ്രസ്ഥാനമല്ല, നേരത്തെ പറഞ്ഞു പോകുന്നതിനെ പിന്തുടരുന്ന സംഘടനയാണ്. സമസ്തയാണ് യാഥാസ്ഥികന്മാർ. യാഥാസ്ഥികത്വം എന്ന പദത്തിന്റെ അർത്ഥം പഴമയെ അതേപടി പിന്തുടരുക എന്നാണ്. പഴമയെ അതേപടി പിന്തുടരലാണല്ലോ ഇസ്ലാം. അള്ളാഹു ഒരുവനാണ് എന്നാണ് ലോകത്തിലെ യാഥാസ്ഥികമായ പ്രമേയം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രമേയം. അതാണ് ഖുർആന്റെ പ്രമേയം. അതാണ് ശീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 1,25,000 അമ്പിയാക്കളുടെ മുർസലുകളുടെ പ്രമേയം. അതാണ് യാഥാസ്ഥിക പ്രമേയം. പഴമയെ കലർപ്പില്ലാതെ മാറ്റങ്ങളില്ലാതെ അതേപടി പിന്തുടരുന്നവർ, അതാണ് യാഥാസ്ഥികന്മാർ എന്ന പദത്തിന്റെ അർത്ഥം. സുന്നികളാണ് യാഥാസ്ഥികന്മാർ. ഞങ്ങൾ തന്നെയാണ്. ഈ യാഥാസ്ഥികത്വം കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് സുന്നികൾക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കാലത്തിനനുസരിച്ചുകൊണ്ട് നിലപാട് മാറ്റേണ്ട ഗതികളില്ലാത്തത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കാണിച്ച വഴി, ആ വഴി പിന്തുടരേണ്ടതേ സമസ്തക്കുള്ളൂ.
സമസ്ത ഭരണഘടന ഉണ്ടായപ്പോൾ ഒരു ആശയം ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. സമസ്ത ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ത്യ രാജ്യത്തിന്റെ നിലവിലുള്ള നിയമസാധുതകളുടെയും സാധ്യതകളുടെയും മുമ്പിൽ ഒരു സംഘടനയുടെ ചട്ടക്കൂടുണ്ടാക്കി. അതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആദർശം ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല, പുതിയ അഖീദ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല, പുതിയ ഫിഖ്ഹ് ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. സമസ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖീദ, അതത്തെ വിശുദ്ധ ഖുർആന്റെ അഖീദ, അതത്ര അല്ലാഹുവിന്റെ അഖീദ. ലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഒരാശയത്തെ സ്വന്തം ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടല്ല സമസ്ത റസൂലുള്ള പോലും ഒരു അഖീദ സ്വന്തം ഉണ്ടാക്കിയിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയ്യുൻ യൂഹാ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് റസൂലുള്ള സ്വന്തമായ ഒരു ആശയം പറഞ്ഞിട്ടില്ല, സ്വന്തമായി പറഞ്ഞിട്ടില്ല. റസൂലുള്ള പറഞ്ഞതും അല്ലാഹുവിന്റെ വഹിയാണ്. അതുകൊണ്ട് തിരുസുന്നത്തും റബ്ബിന്റെ വഹിയാണ്, വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആനെ ജീവിച്ച് കാണിച്ചു തന്നതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖുർആനും റസൂലുള്ളാഹിന്റെ ജീവിതവും അല്ലാഹുവിന്റെ ദർശനമാണ്, അത് അല്ലാഹുവിന്റെ സിദ്ധാന്തമാണ്. ആ സൈദ്ധാന്തികതയെ പിന്തുടരുന്നതാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്താണ് ജീവിച്ച് കാണിച്ചു തന്നത് ഇസ്ലാമിനെ. അതിനെ കേരളീയ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് സമൂഹത്തെ പ്രചരിപ്പിച്ചു കൊടുക്കലേ സമസ്ത ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സമസ്തക്ക് ആശയം ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ഉണ്ടാക്കിയവരൊക്കെ പിഴച്ചു, സ്വന്തം ഉണ്ടാക്കിയവരൊക്കെ പിഴച്ചു. അഖീദയെ സംബന്ധിച്ചുകൊണ്ട് മുജാഹിദുകളുടെ നിലപാട് എന്തായിരുന്നു? അള്ളാഹു മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ കാതൽ ഇബാദത്താണ്. അള്ളാഹ് മനുഷ്യനുണ്ടാക്കിയത് ഇബാദത്ത് ചെയ്യാനാണ്. ഇബാദത്ത് എന്താ? അദൃശ്യമാർഗത്തിലൂടെ, അള്ളാഹു അദൃശ്യമാർഗത്തിലൂടെ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് പ്രാർത്ഥന അഥവാ ഇബാദത്ത്. അദൃശ്യമാർഗത്തിലൂടെ ചോദിക്കുന്നു. അദൃശ്യമാർഗത്തിലൂടെ മൊഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നു, അതുകൊണ്ടത് ഷിർക്കാണ്. അത് അള്ളാഹിനോടല്ല, അത് മൊഹീദ്ദീൻ ഷെയ്ഖിനോടാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് വഫാത്തായി. അതുകൊണ്ട് ഇനി മൊഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കണ്ട. മൊഹീദ്ദീൻ ഷെയ്ഖിനോട് ഇവിടുന്ന് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്നതും മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് ചോദിക്കുന്നതും ഷിർക്കാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് അദൃശ്യമാണ്, കണ്ണുകൊണ്ട് കാണാത്ത ആളാണ്, അഭൗതികമാണ്, ഭൗതികപരമായ സകലമായ നിലപാടുകൾക്കും അതീതമാണ്. അഭൗതിക മാർഗത്തിലൂടെ, അദൃശ്യ മാർഗത്തിലൂടെ അള്ളാഹുവിനോട് ചോദിക്കാവൂ, അല്ലാത്തവരോട് ചോദിക്കുന്നത് ഷിർക്കാണ്. അതാണ് മുജാഹിദുകളുടെ അഖീദ. ഇതാണ് പ്രാർത്ഥന. ലോകത്താരുമായി പറഞ്ഞിട്ടില്ല, ലോകത്തോട് ഒറ്റ കുട്ടിയത് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് സലഫികളാണ്, അഖീദയിൽ പറഞ്ഞു. ആ അഖീദയിൽ നിന്നുകൊണ്ട് മുജാഹിദ് പിഴച്ചു. ഇപ്പൊ അവർ പറയുന്നു അഭൗതികമായ ചില ശക്തികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളായിക്കൊണ്ടുണ്ട്, അതത്ര ജിന്നുകൾ. അതുകൊണ്ട് ജിന്നുകളുടെ സഹായം തേടാം, ജിന്നുകളുടെ ഉപദ്രവം തടയാൻ വേണ്ടി അഭൗതികമായ ചികിത്സാരീതികൾ അവലംബിക്കാം. ഊത്ത് തെറ്റിപ്പോവാതിക്കാൻ PVC പൈപ്പ് ഇട്ടിട്ട് ഊതാം, ഊതിയിട്ട് പിശാചിനെ പുറത്തു ചാടിക്കാം. കേരളത്തിൽ മുജാഹിദുകൾ സ്ഥാപിച്ചിട്ടുള്ള ജിന്നിറക്കി കേന്ദ്രങ്ങളുണ്ട്. നെറ്റ് സെർച്ച് ചെയ്യാൻ കാണാൻ സാധിക്കും മുജാഹിദുകളുടെ ജിന്നിനെ ഇറക്കി വിടുന്ന കേന്ദ്രങ്ങൾ. ആ രൂപത്തിലാണ് മുജാഹിദുകൾ പറയുന്നത്. പറഞ്ഞ ജിന്ന് ഇവർക്ക് എവിടെ എത്തി? മീന്റെ വെള്ളം, മീൻ കഴുകിയ വെള്ളം, മീൻ മുറിച്ച വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് മഗ്രിബിന്റെ സമയത്ത് ഒഴിക്കരുത്. കാരണം അതെങ്ങാനും പുറത്തേക്ക് ഒഴുക്കിയാൽ അത് ജിന്നിന്റെ ശരീരത്തിലേക്ക് വീഴും. പറഞ്ഞത് കേട്ടാത്തൊന്നും ജിന്ന് പൂച്ചക്കുട്ടിയാണ്. മീൻ വെള്ളം ഒഴുക്കുന്നത് പൂച്ചക്കുട്ടിയാണ് തേടി നടക്കുന്നത്. അന്ധത ബാധിച്ചവർ മുജാഹിദുകൾ. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നുകൊണ്ടവർ പോയത് അടിസ്ഥാന കാതലിൽ വിള്ളലുണ്ടാക്കിയതാണ്. മരുഭൂമിയിലെ വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യനായാൽ അവിടെ വെച്ചുകൊണ്ട് സഹാബത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, സഹാബത്ത് സഹായം തേടിയിട്ടുണ്ട്. ലാ ഇബാദല്ലാ ആയിനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ. ആരാ ഈ അടിമ? മരുഭൂമിയിൽ ആരാ അടിമയുള്ളത്? മനുഷ്യനാണോ? അല്ല. പിന്നതാരാ? ജിന്നാണ്. അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്നു. വിജയമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സലഫികൾ ഇന്ന് ആ നിലപാടിൽ കൊണ്ട് മാറി. ഇന്നവർ 5ഉം 6ഉം 7ഉം 8ഉം ഗ്രൂപ്പായി കുടിൽ വ്യവസായം പോലെ മുജാഹിദ് ഇങ്ങനെ പെരുകയാണ്.
നാടാകെ. ഇപ്പൊ വേറൊന്നിറങ്ങിയിട്ടുണ്ട്, സംഘടന എന്നൊരു പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ജോയിന്റ് സെക്രട്ടറി, കമ്മിറ്റി. ഇതൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അതുകൊണ്ട് സംഘടന തന്നെ ബിദ്അത്താണ് എന്ന് പറയാൻ വേറൊരു സംഘടന. ഇനി അത് ബിദ്അത്താണ് പറയാൻ വേറെ സംഘടന ഉണ്ടാവും. അങ്ങനെ തസൽസുലായിട്ട് അങ്ങനെ സംഘടന ഉണ്ടാവും, അറ്റല്ലാതെ അവസാനിക്കൂല. അങ്ങനെ മുജാഹിദുകൾ എല്ലാ നിലയിലും പിന്തിരിപ്പന്മാരായി മാറിയിരിക്കുന്നു. ഇപ്പോ അഖീദയിൽ അവർക്ക് പിടിച്ചു. SKSSF ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയ യാത്രയിൽ കാന്തപുരം വിഭാഗത്തെ പറഞ്ഞ പോലെ തന്നെ മുജാഹിദിനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തണം. നിങ്ങൾ മുർത്തദ്ദുകളായി എന്നാ നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് പിഴച്ചു, അഖീദ പിഴച്ചു, പഴയ അഖീദ അല്ല ശരി എന്ന് നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ തൗഹീദ് പുതുക്കൽ ക്യാമ്പയിൻ ആചരിക്കണം. മുജാഹിദുകൾ തൗഹീദ് പുതുക്കൽ ക്യാമ്പയിൻ ആചരിക്കണം. അതിന് വിചിന്തനം ഒരു മറുപടി എഴുതി. ഔദ്യോഗിക മുജാഹിദിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണമാണ് ISMന്റെ വിചിന്തനം. വിചിന്തനം ഒരു നീണ്ട ലേഖനം എഴുതിക്കൊണ്ട് പറഞ്ഞു, ഇസ്ലാമിൽ നിന്നുകൊണ്ട് പുറത്തുപോയ ആള് ആദ്യം ഇസ്ലാമിലായിരുന്നുവെങ്കിൽ ആൾ പുറത്തുപോയ രണ്ടാമത് ഇസ്ലാമിലേക്ക് വരാൻ തൗഹീദ് പുതുക്കണ്ട. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണ്ട. അപ്പൊ പോയി അവർ സമ്മതിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യണം എന്നുള്ളടത്തെ തർക്കമുള്ളൂ. അപ്പൊ അഖീദയിൽ അവർക്ക് പിഴവ് സംഭവിച്ചു എന്ന് അവർ പറയുന്നത്. എന്നാൽ മുർത്തദ്ദായ ആൾ ഇസ്ലാമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണം. പറയേണ്ടാത്തതാരാ? മാതാവും പിതാവും മുഅ്മിനാണെങ്കിൽ അവരുടെ രക്തത്തിൽ പിറന്ന മക്കൾ അവർ പ്രത്യേകിച്ചൊന്നും പറയണ്ട. അമുസ്ലിമായ ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാമെന്ന് പോയ ആളാണെങ്കിൽ പിന്നെ ആൾ കാഫിർ എന്ന് പറയൂല. ഇസ്ലാമെന്ന് പോയ ആൾ മുർത്തദ്ദാണ്. നേരത്തെ അമുസ്ലിമായ ആളാണ് കാഫിർ. അതുകൊണ്ട് കാഫിർ ഇസ്ലാമിലേക്ക് വരൽ നിർബന്ധമാകുമ്പോൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണോ അത് മുർത്തദ് ഇസ്ലാമിലേക്ക് വരുമ്പോഴും ചെയ്യണം. അപ്പൊ അഖീദയിൽ പിഴച്ചിട്ടുണ്ട് മുജാഹിദുകൾക്ക്. പരസ്യമായി അനസ് മൗലവി എടവണ്ണയിലും അതേ പല സ്ഥലത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, മാലോകരെ, ഞാൻ ഇതാ തുറന്നു പറയുന്നു, ഞങ്ങൾ ഇതാ തുറന്നു പറയുന്നു, ഞങ്ങൾക്ക് തൗഹീദിന്റെ നിർവചനത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിർവചിക്കുന്നതിലും പിഴവ് സംഭവിച്ചുപോയി. അതുകൊണ്ട് മാപ്പ് 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 എന്നാവർത്തിച്ചുകൊണ്ട് പറയുന്നു അനസ് മൗലവി. ആ അനസ് മൗലവിയെ ഇന്നുവരെ മുജാഹിദുകൾ പുറത്താക്കിയിട്ടില്ല. അപ്പൊ മുജാഹിദിൽ നിന്നുകൊണ്ട് പിഴച്ച് മുജാഹിദുകളായ ആളുകൾ ഇന്ന് മാപ്പ് പറയുന്നു. മാപ്പ് പറഞ്ഞാൽ മതിയാവൂല. ഞങ്ങൾ പറഞ്ഞു ക്യാമ്പയിൻ നടത്തിയിട്ട് തൗഹീദ് പുതുക്കണം. മാപ്പുണ്ട് കഴിച്ചില്ലാതിന്റെ കാര്യ ഇത് മാപ്പല്ല. മാപ്പ് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. ഇത് തൗഹീദ് കൊണ്ട് പിഴച്ചവരാണ്, അഖീദ പിഴച്ചവരാണ്. അഖീദ പിഴച്ചത് ഒരു വിഭാഗം. എന്നാൽ ഫിഖ്ഹോ, ഞങ്ങളൊരു കാര്യം കൂടി പറയുന്നു, നിങ്ങൾ അഖീദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ അഖീദയിലേക്ക് മടങ്ങി വരണം. ഫിഖ്ഹ് നിങ്ങൾ ആഗോള സലഫിസത്തിലേക്ക് മടങ്ങിയാൽ മതി, എന്നാൽ നിങ്ങൾക്ക് സുന്നിയാവാം. ആഗോള സലഫിയുടെ ഫിഖ്ഹ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ആഗോള സലഫികളൊക്കെ ഫിഖ്ഹിലേക്ക് വന്നിട്ടുണ്ട് ഇല്ലേ? ഏത് ആഗോള സലഫി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സലഫിസം, വഹാബി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നാട് സൗദി അറേബ്യയുടെ നജ്ദ്, ബുറൈദ. ബുറൈദയിലാണ് മുജാഹിദുകളുടെ കൊട്ടാരം, മുജാഹിദുകളുടെ ആദർശ സലഫിസത്തിന്റെ കൊട്ടാരം ജിദ്ദയിലും റിയാദിലുമൊക്കെയാണ്. എടോ, അവര് ഫിഖ്ഹിൽ സുന്നികളെ സ്വീകരിക്കുന്നു. അവരുടെ ഫിഖ്ഹ് ഏതാ? സുന്നികളുടെ ഫിഖ്ഹ് അതേതാ? തറാവി 20 റക്അത്ത്. തറാവി 20 റക്അത്ത് നിസ്കരിക്കണമെന്നത് ലോകത്തെ സുന്നികളുടെ നിലപാടാണ്, 4 മദ്ഹബിന്റെ നിലപാടാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായി കൊണ്ടായിരുന്നു ലോക സലഫികൾ കഴിഞ്ഞ കുറച്ചു കാലം വരെ പ്രവർത്തിച്ചതെങ്കിൽ ഇന്ന് ലോക സലഫികൾ തറാവി 20 റക്അത്ത് നിസ്കരിക്കാൻ തയ്യാറായി. എന്താ കേരളത്തിലെ മുജാഹിദിന് നേരം വെളുക്കാത്തത്? പരിശുദ്ധമായ സൗദി അറേബ്യയിൽ നിലകൊള്ളുന്ന മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ ഹറാമിലും അത് ഭരിക്കുന്നതാരാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിന്തുടർച്ചക്കാർ. ഭരിക്കുന്നതാരാ? റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭരണകൂടം, സലഫി ഭരണകർത്താക്കൾ. ആ ഭരണകർത്താക്കളുടെ ഔഖാഫ് ഗവൺമെന്റിന്റെ ശമ്പളമാണ്. സൗദി അറേബ്യയിലെ ഗവൺമെന്റിന്റെ ശമ്പളമാണ് മസ്ജിദുൻ നബവിയിലെയും മസ്ജിദുൽ ഹറാമിലെയും ഇമാമുമാർക്കൊക്കെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നു. അവിടെ ഒരു പുൽക്കൊടി, അവിടെ ഒരു ഉറുമ്പരിക്കുന്നുണ്ടെങ്കിൽ അത് സൗദി ഗവൺമെന്റ് അറിയണം.
മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ സൗദി ഗവൺമെന്റ് അറിയണം. സൗദി ഗവൺമെന്റിന്റെ ഔഖാഫ് അറിയണം. സൗദി ഗവൺമെന്റിന്റെ ഔഖാഫ് അറിയാതെ മസ്ജിദ് നബവിയിൽ ഒന്നും അനുവദിക്കുകയില്ല, ഒന്നും സമ്മതിക്കുകയില്ല. എന്നാൽ മസ്ജിദ് നബവിയിലും മസ്ജിദുൽ ഹറാമിലും തറാവീഹ് 20 റക്അത്താണ്. കേരളത്തിലെ സുന്നികൾ തറാവീഹ് നിസ്കരിക്കുമ്പോൾ അത് ഖുറാഫിയാണ്, ഖുറാഫാത്താണ്, തെറ്റാണ്, ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആള് സൗദി അറേബ്യയിൽ ചെന്നാൽ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കും. ആ തറാവീഹ് നിസ്കരിക്കുമ്പോൾ 20 റക്അത്ത് കഴിഞ്ഞ് ഒരു 8 റക്അത്തോ അല്ലെങ്കിൽ 10 റക്അത്തോ കഴിയുമ്പോൾ കുറച്ചാളിങ്ങനെ ഇറങ്ങിപ്പോകും. അത് ഒരു 100 ആളുണ്ടെങ്കിൽ ഒരാളെ ഇറങ്ങിപ്പോകും. റമളാൻ മാസത്തിൽ മസ്ജിദ് നബവിയിൽ കൂടിയവർക്കറിയാം, മസ്ജിദുൽ ഹറാമിൽ കൂടിയവർക്കറിയാം. തറാവീഹിൽ 10 റക്അത്തോ 8 റക്അത്തോ ഒക്കെ കഴിയുമ്പോൾ 1000 ആളിടയിൽ 1 or 2 ആളങ്ങനെ എഴുന്നേറ്റ് പോകും. അത്രയേ കേരളത്തിലെ വഹാബികൾക്ക് ആശയത്തിൽ ലോകത്ത് അവർക്ക് പിടുത്തം ഉള്ളൂ. സൗദി അറേബ്യയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിന്റെ ആളുകൾ പോലും, മുഫ്തിമാർ പോലും, അവരുടെ പണ്ഡിതന്മാർ പോലും സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് സലഫികൾ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ സുന്നി ആവണമെന്ന് ഞങ്ങൾ പിന്നെ പറഞ്ഞോളാം. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആഗോള സലഫിസത്തിലേക്ക് തിരിച്ചു പോകണം. രണ്ടാമത്, ജുമുഅയുടെ മുമ്പ് 2 ബാങ്ക് കൊടുക്കുന്നത് ലോകത്ത് എല്ലാ സലഫി പള്ളിയിലും ഉണ്ട്, കേരളത്തിൽ ഒഴികെ. കേരളത്തിലെ സലഫി പള്ളിയിൽ ജുമാന്റെ മുമ്പ് 2 ബാങ്ക് കൊടുക്കൂല. 2 ബാങ്ക് കൊടുക്കുന്നത് അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്, സ്വഹാബത്ത് ഉണ്ടാക്കിയത് ബിദ്അത്താണ്, റസൂലുള്ളാഹി ഉണ്ടാക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് സ്വഹാബത്തിന്റെ കാര്യം ഞങ്ങൾ സ്വീകരിക്കൂല, റസൂലുള്ളാഹിന്റെ കാര്യം ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറയുന്ന സലഫി മുജാഹിദ്. ആ വഹാബികൾ സൗദി അറേബ്യയിലെയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള സലഫികൾക്ക് പിടുത്തമുള്ള പള്ളികളിൽ പോലും ജുമുഅയുടെ മുമ്പ് 2 ബാങ്ക് കൊടുക്കുന്നതിൽ ജുമുഅയിൽ പങ്കെടുത്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നവരും ജുമുഅ നിസ്കരിക്കുന്നത്. ബിദ്അത്തിന്റെ ജുമുഅയിൽ എങ്ങനെ കേരള സലഫി നിനക്ക് പങ്കെടുക്കാൻ പറ്റും? അതുകൊണ്ട് ആ കാര്യത്തിലും നിങ്ങൾ ആഗോള സലഫിസത്തിലേക്ക് മടങ്ങിപ്പോകണം. സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും വരേണ്ടതില്ല എന്ന് പറയുന്നത് കേരളത്തിലെ സമസ്തക്കാരെ മാത്രമല്ല. വിശുദ്ധ റമളാൻ മാസത്തിലെ 4 വെള്ളിയാഴ്ചയിൽ മിക്കവാറും ആദ്യത്തെ വെള്ളിയാഴ്ച മസ്ജിദുൽ ഹറമിലെയും മസ്ജിദ് നബവിയിലെയും ഉസ്താദുമാർ, ഖതീബുമാർ, ഇമാമുമാർ അവരുടെ ഖുതുബയിൽ അറബി ഭാഷയിൽ നിർവഹിക്കുന്ന ഖുതുബയിൽ അവർ ഇങ്ങനെ സാരവത്തായ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകള് ഈ മസ്ജിദുൽ ഹറാമിൽ വരുന്നത് തവാഫ് നിർവഹിക്കാൻ വേണ്ടി മാത്രമാകണം, അല്ലാതെ ആ തവാഫ് കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോയിക്കൊള്ളണം. തവാഫ് അവർക്കില്ലായിരുന്നുവെങ്കിൽ മസ്ജിദുൽ ഹറാമിലേക്ക് അവിടെ പ്രവേശനം അടക്കപ്പെടുമായിരുന്നു എന്ന് സാരവത്തായ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മസ്ജിദുൽ ഹറാമിലെ ഇമാമാണ്. 4 റമളാനിലെ 4 വെള്ളിയാഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ഇതായിരിക്കും. അള്ളാന്റെ തൗഫീഖ് കൂടി 2-3 റമളാനിൽ ഞാൻ സൗദിയിലെ മസ്ജിദുൽ ഹറാമിൽ പങ്കെടുത്തു. ഞാൻ കേട്ടതും ഇതാണ്. 4 വെള്ളിയിൽ ഒരു വെള്ളി ഈ ഉപദേശം. അപ്പൊ കേരളത്തിലെ സമസ്തക്കാർ മാത്രമല്ല സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും വരുന്നതിന് വിരോധം പറയുന്നത്. ഞങ്ങൾ പറയുന്നു ആധുനിക സലഫി ആഗോള സലഫിസത്തിലേക്ക് മടങ്ങിപ്പോകണം. ഇനി ഏത് കാര്യത്തിലാ? തറാവീഹ് ജുമയുടെ ഖുതുബയുടെ ഭാഷ ലോകത്ത് സലഫികളുടെ എല്ലാ പള്ളിയിലും അങ്ങനെ തന്നെയാണല്ലോ. അനറബി ഭാഷ ഉച്ചരിക്കുന്ന നാട്ടിൽ പോലും സലഫി പള്ളികളിൽ ഖുതുബയുടെ ഭാഷ അറബിയിലാണ്. പോവട്ടെ, കേരളത്തിൽ എന്താ സ്ഥിതി? മുജാഹിദ് 2 ഗ്രൂപ്പായി. ആദ്യം 2 ആയി. ആ 2 വിഭാഗമായി തിരിഞ്ഞ മുജാഹിദ് വിഭാഗം, കേനം വിഭാഗം, മടവൂർ വിഭാഗം, കാസർഗോഡ് ജില്ലയിലെ സലഫി പള്ളിയിൽ തർക്കമുണ്ടായി. ആ തർക്കത്തിൽ പങ്കെടുത്ത് തർക്കിക്കാനുള്ള കാരണം പള്ളി മൗലവി വിഭാഗത്തിന്റെ കീഴിലും ഇമാമ് ഖതീബ് മടവൂർ വിഭാഗത്തിന്റെ കീഴിലുമാണ്. അയാളെ പ്രസംഗത്തിൽ നല്ല തെറി പറഞ്ഞു കേനം വിഭാഗത്തെ. അതോടുകൂടി കേനം വിഭാഗം ഖതീബിനെ അടിച്ചു, പള്ളി പൂട്ടി. 2 വെള്ളിയാഴ്ച ജുമുഅല്ല, 3-ാമത്തെ വെള്ളിയാഴ്ച കാസർഗോഡ് CI ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തി. എങ്ങനെങ്കിലും പള്ളി തുറന്നുങ്ങൾ നിസ്കരിക്കുമെന്ന് പറഞ്ഞു. അവസാനം ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു. നമ്മൾ 2 കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കണ്ട. ഖുതുബയുടെ കാര്യത്തിൽ ഖുതുബ ഓതുമ്പോഴാണല്ലോ ഇയാളിങ്ങനെ നമുക്കെതിരെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇയാൾ ഖുതുബയിൽ
ആദർശം നസീഹത്ത് നടത്തിയാൽ മതി, അല്ലാതെ സംഘടന പറയണ്ട. ഇല്ല, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഇനി മുതൽ ഞാൻ അച്ചടക്കമുള്ള നല്ല വിദ്യാർത്ഥിയെ പോലെ ഞാൻ ഖുതുബ നിർവഹിച്ചോളാം, ഞാൻ നസീഹത്ത് മാത്രം പറഞ്ഞോളാം, ഞാൻ സംഘടന പറയില്ല. മൗലവി ഇമാം പറഞ്ഞു, അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്കൊരു എഗ്രിമെന്റ് വേണം. എന്താ എഗ്രിമെന്റ്? 100 രൂപയുടെ എഗ്രിമെന്റ് പേപ്പർ കൊണ്ടുവന്ന് സാക്ഷികൾ മുഖേന വെച്ചുകൊണ്ട് ഒപ്പിടാനല്ല പറഞ്ഞത്. പറഞ്ഞതെന്താ? ഞങ്ങൾ പറയാം ഒരു കൃത്യമായ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് എന്താ? അയാൾ ഖുതുബ ഓതിക്കോട്ടെ, പക്ഷേ ഖുതുബ മലയാളത്തിൽ ഓതാൻ പാടില്ല, അറബിയിൽ ഓതണം. ഖുതുബ മലയാളത്തിൽ നിർവഹിക്കാൻ പാടില്ല, അറബിയിൽ നിർവഹിക്കണം. അഥവാ ഞങ്ങൾ കുറ്റം പറഞ്ഞാലും ഞങ്ങൾ ആൾക്കാർക്ക് തിരിയില്ലല്ലോ, അത് അവരെ കണ്ട ഏർപ്പാട്. അറബിയിൽ തെറി പറഞ്ഞോട്ടെ, എന്നാലും കച്ചറുണ്ടാവില്ല. പെട്ടെന്ന് അടിക്കുന്ന ആൾക്കാർക്ക് അറബി തിരിയില്ല. അതുകൊണ്ട് ഒഴിവാക്കാം. ഫോർമുല ഇതാണ്, അല്ലാതെ മുദ്രപേപ്പറിൽ എഴുതണ്ട, ഇത് മതി. മൗലവി വിഭാഗത്തിന്റെ ഈ ജെന്റിൽമാൻ എഗ്രിമെന്റ് മടവൂർ വിഭാഗം സമയന ഞങ്ങൾ അംഗീകരിച്ചോളാം, സമ്മതിച്ചോളാം. അങ്ങനെ പിറ്റേത് വെള്ളിയാഴ്ച ജുമുഅ നിർവഹിച്ചു, മണിമണിയായി അറബിയിൽ ഖുതുബ നിർവഹിച്ചു. പിറ്റേ ശനിയാഴ്ച SKSF അവിടെ വേദി കെട്ടി. ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾ 2 കൂട്ടരും തമ്മിൽ ഒന്നാവാൻ ഈ പണിയെടുത്താൽ മതിയെങ്കിൽ നമ്മൾ എല്ലാവരും നന്നാവാനും ഈ പണിയെടുത്താൽ പോരെ? അല്ല, ഇവർ തമ്മിൽ തർക്കിക്കാൻ, തർക്കം ഒഴിവാക്കാൻ സമസ്തയുടെ ആശയം സ്വീകരിച്ചു. എന്നാൽ നമ്മൾ തമ്മിലും ഈ സുന്നി മുജാഹിദ് പറയണ്ടല്ലോ, നിങ്ങൾ ഞങ്ങളുടെ ആദർശം സ്വീകരിച്ചാൽ തന്നെ പോരെ, നിങ്ങൾ നന്നാവാൻ ഞങ്ങൾ ആദർശം സ്വീകരിക്കുന്നു. ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, ചന്ദ്രികാ പത്രത്തിലും മാധ്യമം പത്രത്തിലും റിപ്പോർട്ട് ചെയ്തത് പ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള സലഫി പള്ളിയിലും തർക്കം തീർക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ജെന്റിൽമെൻ എഗ്രിമെന്റ് തറാവീഹ് ഖുതുബയുടെ ഭാഷ മലയാളത്തിലല്ല അറബിയിലാക്കുക എന്നാണ്. അപ്പൊ ഫിഖ് കേരളത്തിലും നിങ്ങൾ സ്വീകരിച്ചു വരും. അപ്പൊ അഖീദ സുന്നികളുടേതായി, ഫിഖും നിങ്ങളുടേതായി. ഇനി എന്തിനാണ് മുജാഹിദെ നിങ്ങൾ 8 ആവണ്ട, 800 ആവണ്ട, എല്ലാം കൂടി കൈവൈത്തോടുകൾ ഈ സമസ്തയുടെ ബഹറിലേക്ക് ചേർന്നോ? ഇനി മുജാഹിദ് ഇല്ല ഇവിടെ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഉലകത്തിൽ ഉണ്ടായത് തന്നെ അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ ഭരണം, അല്ലാതെ നോ കോംപ്രമൈസ്. ഏതൊരു സ്ഥലത്തുണ്ടോ അള്ളാന്റെ ഭരണം വേണം, അല്ലാതെ ഞങ്ങളില്ല. ജിഹാദ് നടത്തിയിട്ടാണെങ്കിൽ അത് നേടണം. അതിനു വേണ്ടിയാണല്ലോ ആഗോള സ്ഥലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ആഗോള വ്യാപകമായി ജിഹാദിനെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് ജിഹാദ് സായുധ വിപ്ലവത്തിന്റെ മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസനുൽ ബന്നയും സയ്യിദ് ഖുതുബും അലി ശരീഅത്തിയും രൂപപ്പെടുത്തിയ അതേ ആശയം പോലെ തന്നെ സാക്ഷാൽ ഹസനുൽ ബന്നയിൽ നിന്നുകൊണ്ട് ആശയത്തിന്റെ മുലപ്പാല് കുടിച്ച അബുൽ ആല മൗദൂദി മതരാഷ്ട്രവാദം കൊണ്ടുവന്ന് ജമാഅത്തെ ഇസ്ലാമിയെ സ്ഥാപിച്ചത്. പറഞ്ഞതെന്താ? ജനാധിപത്യ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പാടില്ല, ഹറാമാണ്. വോട്ട് ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ശിർക്കാണ്. ജനാധിപത്യത്തെ അംഗീകരിക്കുന്നത് ശിർക്കാണ്. മതേതരത്വത്തെ അംഗീകരിക്കുന്നത് കുഫ്റാണ്. രാജ്യത്തിന്റെ ജുഡീഷ്യറിയെ അംഗീകരിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി. ഞാൻ നീട്ടി പറയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഇടയ്ക്ക് വെച്ചുകൊണ്ടൊന്ന് നിലപാട് മാറി. പിന്നെന്താ പറഞ്ഞത്? അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിന്റെ ഡെമോക്രസിന്റെ വാള് വന്ന സന്ദർഭത്തിൽ ജയിലറയിൽ കിടന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എഴുതി കൊടുത്തു, ഇന്ത്യൻ ജനാധിപത്യം പറ്റും, ഇന്ത്യൻ ജുഡീഷ്യറി അനുവദനീയമാണ്, ഞങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയെ സമ്മതിക്കുന്നു. അതോടെ കുറെ ആളുകൾ റിലീസായി. പുറത്തു വന്നിട്ട് ഇവരെന്താ നടത്തിയത്? അന്നത്തെ ജനാധിപത്യവും അന്നത്തെ മതേതരത്വവും അത് വേറെയാണ്. യൂറോപ്യൻ സെക്യുലറിസത്തെയാണ് ഞങ്ങൾ എതിർത്തത്. നിന്റെ മലയാളത്തിന്റെ സാഹിത്യവും ഇംഗ്ലീഷും കൂട്ടിച്ചേർന്ന് പറഞ്ഞാലൊന്നും ഇസ്ലാം ദീൻ ആവില്ലടോ. ഞങ്ങൾ പറയുന്നത് അന്നത്തെ മതേതരത്വവും ഇന്നത്തെ മതേതരത്വവും ഒന്നാണ്. ഇന്നെന്താ പറയുന്നത്? ഇന്ന് ജനാധിപത്യം പറ്റും, മതേതരത്വം പറ്റും. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാണ്ടൊന്നും നിൽക്കണ്ട, സ്ഥാനാർത്ഥിയുടെ മൂല്യം നോക്കിയാൽ മതി, വലിയ തകരാറൊന്നുമില്ലെങ്കിൽ വോട്ട് കൊടുക്കാം. അപ്പൊ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോ ആ സമയത്ത് വന്നിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. 20 സ്ഥാനാർത്ഥി LDF-ന്റെ പ്രഖ്യാപിച്ചു. ഇനി UDF-ന്റെ 20 കൂടി പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് സ്ഥാനാർത്ഥിന്റെ മൂല്യം നോക്കാം. അങ്ങനെ 40 സ്ഥാനാർത്ഥിയും തുലാസിലിട്ട് ഇങ്ങനെ തൂക്കുകയാണ്. എന്നിട്ട് മൂല്യോമീറ്ററും കൊണ്ട് ഇങ്ങനെ ആളുകളുടെ ബയോഡാറ്റ തേടി പോവുകയാണ്. ഇയാൾ എത്ര അംശ കള്ള കുടിക്കുക, ഇയാൾ ഏത് അഴിമതിയാണ് നടത്തിയത്, ഇയാൾ എത്ര ഭക്തി നിസ്കരിക്കാറുണ്ട് എന്നിത്യാദി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് സ്ഥാനാർത്ഥിയെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ തീരുമാനം, മൂല്യാധിഷ്ഠിതമായി നമുക്ക് വോട്ട് കൊടുക്കാം. സ്ഥാനാർത്ഥിയുടെ മൂല്യം. അപ്പൊ സ്ഥാനാർത്ഥിയുടെ മൂല്യം നോക്കിയ സന്ദർഭത്തിൽ എന്താ? ഈ അഹമ്മദിന് മൂല്യമല്ല, പടച്ചറബുണ്ടോന്ന് പോലും തീരുമാനിക്കാത്ത TK ഹംസക്ക് മൂല്യമുണ്ട്. ആ രൂപത്തിൽ ഇരട്ടത്താപ്പ് സമീപനം സ്വീകരിച്ചുകൊണ്ട് വോട്ട് കൊടുത്തു.
ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് നടന്നിട്ട് അവസാനം പിന്നെ പറഞ്ഞു, ഇനി എന്നാ പിന്നെ സ്ഥാനാർത്ഥിന്റെ മൂല്യം നോക്കണ്ട, ഹോൾസെയിലായിട്ട് വോട്ട് ഒന്നിച്ചൊരു മുന്നണിക്ക് അങ്ങ് കൊടുക്കാം. അതിനൊരു ന്യായം കാണണ്ടേ? ഉദാരവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ഗ്ലോബലൈസേഷന്റെയും സാമ്രാജ്യത്വത്തിന്റെയും ഫാസിസത്തിന്റെയും പേരിൽ നമ്മൾ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നു എന്ന്. എന്ത് ഉദാരവൽക്കരണം? നാട്ടിലെ വെളിച്ചെണ്ണന്റെ വിലയും കൊപ്പറിന്റെ വിലയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയൊന്നുമല്ല. ഉദാരവൽക്കരണം, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി കണ്ടെത്തിയ വഴി. വോട്ട് കൊടുത്തു. പിന്നെ ഇലക്ഷൻ വന്നു. ആ സമയത്ത് പറഞ്ഞു, ഇനി ഇങ്ങനെ മുന്നണിയൊന്നും നോക്കണ്ട, നമുക്ക് ജനകീയ മുന്നണി ഉണ്ടാക്കാം, വികസന മുന്നണി ഉണ്ടാക്കാം, പരിവർത്തന മുന്നണി ഉണ്ടാക്കാം. ഓരോ സ്ഥലത്തും സ്വന്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി അവർ ഓരോ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതുവരെ വോട്ട് ഓരോരുത്തരുടെ കൂട്ടത്തിൽ എണ്ണിക്കൊടുക്കുകയാണ്. ഇനി ഞങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചു. അപ്പോഴാണ് ജമാഅത്തിന്റെ വോട്ട് എത്ര എന്ന് തിരിഞ്ഞത്. വോട്ടെണ്ണി നോക്കിയപ്പോൾ വീണിതല്ല കിടക്കുന്നു ധരണിയിൽ ശോണിതം വിട്ട് അയ്യോ ശിവ ശിവ എന്ന കവി പറഞ്ഞ പോലെ ഉള്ള ചോറും ചക്കയിലൊട്ടി ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാ വോട്ടും പോയി. പിന്നെ ജമാഅത്തെ ഇസ്ലാമി സ്വന്തം പാർട്ടി ഉണ്ടാക്കി. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയാ, ജനാധിപത്യം ഒക്കെ പറ്റി. അപ്പൊ തൗഹീദിൽ നിന്നുകൊണ്ട് നിലവിലുള്ള പ്രഖ്യാപിത നയത്തിൽ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പിന്തിരിഞ്ഞുപോയി. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഒന്നേ ഉള്ളൂ, സമസ്ത സ്വന്തമായ ആശയത്തെ പറഞ്ഞിട്ടില്ല. സമസ്ത പരമ്പരാഗതമായി ആചരിച്ചു പോരുന്ന, അനുഷ്ഠിച്ചു പോരുന്ന, പ്രചരിപ്പിച്ചു പോരുന്ന ആശയത്തെ പിന്തുടരാൻ ജനങ്ങളെ ക്യാമ്പയിൻ ചെയ്തു. മുജാഹിദ് സ്വന്തമായ ആശയത്തെ നിർമ്മിച്ചു, പിന്നെ മാറ്റി. ജമാഅത്ത് സ്വന്തമായ ആശയത്തെ നിർമ്മിച്ചു, പിന്നെ മാറ്റി. പക്ഷേ സമസ്ത യാഥാസ്ഥികന്മാരാണ്. എന്നാൽ നവോത്ഥാനത്തെ സമസ്ത പിന്തുണക്കുന്നുണ്ട്. നവോത്ഥാനത്തെ സമസ്ത പിന്തുണക്കുന്നുണ്ട്. സമസ്തയോളം നവോത്ഥാനം നിർവഹിച്ചതാരാ? ഏതാ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ? സാഹിത്യത്തിലോ? സുന്നികളെ പോലെ സാഹിത്യം ഇവിടെ സംഭാവന ചെയ്തതാരാ? ഞാൻ എണ്ണി പറയണോ? 406 കൊല്ലത്തെ പഴക്കമുണ്ടോ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു എഴുതിയ മുഹിദ്ദീൻ മാലയുടെ വ്യാഖ്യാനം. മുഹിദ്ദീൻ മാല 406 കൊല്ലത്തെ പഴക്കമുണ്ട്. 406 കൊല്ലത്തെ പഴക്കമുള്ള മുഹിദ്ദീൻ മാലയുടെ 400-ാം ആണ്ട് കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നടന്നപ്പോൾ പ്രഗത്ഭരായ മലയാള സാഹിത്യത്തിന്റെ കുലപതിമാരായ സുകുമാർ അഴീക്കോടും എം ടി വാസുദേവൻ നായരും പറഞ്ഞതെന്താ? അവർ പറഞ്ഞത്, അവർ മലയാള സാഹിത്യത്തിന്റെ സമ്രാട്ടാണ്, മലയാള ഭാഷയുടെ എഴുത്തച്ഛൻ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ആളാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹം പറഞ്ഞതെന്താ? സുകുമാർ അഴീക്കോട് എന്താ അദ്ദേഹം പറഞ്ഞത്? മലയാള സാഹിത്യത്തിൽ മുഹിദ്ദീൻ മാലയെ വെല്ലാൻ ഒരു ഗ്രന്ഥവും ഇന്നേ വരെ രചിക്കപ്പെട്ടിട്ടില്ല. മലയാള സാഹിത്യത്തിൽ, മാപ്പിള സാഹിത്യത്തിൽ എന്നല്ല പറഞ്ഞത്, മാപ്പിള സാഹിത്യത്തിൽ എന്നല്ല പറഞ്ഞത്, മലയാള സാഹിത്യത്തിൽ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാലയെ വെല്ലുവിളിക്കാൻ ഒരു സാഹിത്യം ഇന്നേ വരെ വിരചിതമായിട്ടില്ല. ആരാടോ ഈ മുഹിദ്ദീൻ മാല രചിച്ചത്? സുന്നികളാണ്, സുന്നിയാണ്. ഇത് സമസ്തയാണ് ഞങ്ങൾ പറയും. എന്താ കാരണം? സമസ്തയുടെ രൂപീകരിക്കപ്പെട്ടത് 86 കൊല്ലം ആയിട്ടുള്ളൂ എങ്കിലും സമസ്തയുടെ ആശയത്തിന്റെ 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സമസ്ത ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മുഷാവറ മെമ്പറോ ആയനെ. സുന്നിയാണ് ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. നാടാകെ മുഹിദ്ദീൻ മാലയ്ക്കെതിരെ പറയും. എടോ, അതിനൊക്കുന്ന ഒരു സാഹിത്യം നിങ്ങൾ ഉണ്ടാക്കി. വെല്ലുവിളിയാണ്. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ സാഹിത്യത്തിനപ്പുറത്ത് മറ്റൊരു മലയാള സാഹിത്യം കൊണ്ടുവാ. ഏറ്റവും നല്ല മാപ്പിള സാഹിത്യം, മാപ്പിളപ്പാട്ട് ഒരു വലിയ കലയാണ്. മാപ്പിളപ്പാട്ട് ഏറ്റവും നല്ല പാട്ടായിരുതാ? ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരുടെ ബദർപ്പാട്ടും പടപ്പാട്ടുമാണ്. അതിന് പകരം ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ടോ? ബദർപ്പാട്ട് ശിർക്കാണ്, കിസ്സപ്പാട്ട് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ ദീദീക്ക് അന്തസദീക്ക് തഹ്തീദീക്ക് ഇന്ദീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം വായിച്ചു കൊടുക്കുന്ന മുൻഷി മുജാഹിദാണെങ്കിൽ അവൻ പറയും മുഹിദ്ദീൻ മാല ശിർക്കാണ്, ബദർപ്പാട്ട് ശിർക്കാണ്. ബദർപ്പാട്ട് ശിർക്കാന്ന് പറയുന്ന അതേ മുൻഷി, ഞാൻ എല്ലാ മുൻഷിമാരെയും പറയല്ല, മുജാഹിദായ ആൾക്കാരെ മാത്രം പറയാണ്, ആ മുൻഷി തന്റെ കുട്ടിയെ വീട്ടിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കും. എടാ, എങ്ങനെയെങ്കിലും പഠിച്ചോ. എന്താ? യുവജനോത്സവത്തിൽ പാടിയാൽ ഫസ്റ്റ് കിട്ടണമെങ്കിൽ ഈ പാട്ട് തന്നെ പാടണം, വേറെ ഏത് മാപ്പിളപ്പാട്ട് പാടിയിട്ടും കാര്യമില്ല. എത്ര പാട്ട് പാടിയാലും ശരി, ബദർ കിസ്സപ്പാട്ട്, മോയിൻകുട്ടി വൈദ്യരുടെ ബദർപ്പാട്ട് ഒരുത്തൻ കൊണ്ട് പാടിയാൽ അതുവരെ പാടിയ പാട്ടൊക്കെ വെള്ളത്തിലാണ്.
അതുകൊണ്ട് അത് പഠിച്ചോ. എന്നിട്ട് അവനെ കൊണ്ട് ഫസ്റ്റ് ഉണ്ടാക്കിപ്പിക്കാൻ അത് പറയും. ഇവന്റെ ക്യാമ്പയിനിൽ അങ്ങാടിയിൽ ഇറങ്ങിയാൽ പറയും ബദർപാട്ട് ശിർക്കാണ്. ഇവന്റെ കുട്ടികളെ പോലും പഠിപ്പിക്കുന്നത് ഈ ബദർപാട്ടും പടപ്പാട്ടും കിസ്സപ്പാട്ടുമാണ്. ആരാത് സംഭാവന ചെയ്തത്? മോയിൻകുട്ടി വൈദ്യർ സുന്നിയല്ലേ? അതാണ് സമസ്തയുടെ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച. ഞാൻ എല്ലാം പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഇനി പെണ്ണുങ്ങളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ നവോത്ഥാന കാര്യത്തിൽ സുന്നികൾ എന്ത് ചെയ്തു എന്നാ? സ്ത്രീകൾ അടുക്കളയുടെ അന്തരാളങ്ങൾ കൊണ്ട് നിർത്തുകയാണ്. അല്ല, അടുക്കളയിൽ നിൽക്കലാണല്ലോ സ്ത്രീ നവോത്ഥാനം. സ്ത്രീകളുടെ നവോത്ഥാനം അടുക്കളയിൽ നിന്നിട്ട് മതി. വീടിന്റെ ഉള്ളിൽ അവരുടെ പ്രാർത്ഥനാ കേന്ദ്രമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അവരുടെ സാഹിത്യത്തെ അംഗീകരിച്ചത് ആരാ? പാഠഭേദം എന്ന് പറയുന്നൊരു മാസികയുണ്ട്. ആ മാസികയിൽ ബഹുമാന്യനായ സിവിക് ചന്ദ്രൻ എന്ന് പറയുന്ന നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ സന്തത സഹചാരി, അദ്ദേഹം പറഞ്ഞൊരു വർത്താനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചരിത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, എന്നാൽ സ്ത്രീ നവോത്ഥാനം പറയാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അർഹതപ്പെട്ടത് സുന്നികൾക്ക് മാത്രമേ കഴിയൂ. എന്താ കാര്യം അറിയാം? സുന്നികളുടെ കൂട്ടത്തിൽ അവർ ആത്മീയമായ ആചാര്യന്മാരായി മാറിയാൽ അത് സ്ത്രീകൾ ആത്മീയതയുടെ ആചാര്യകളായാലും അംഗീകരിക്കാൻ സുന്നികൾക്കേ കഴിയും. ആ കൂട്ടത്തിലാണ് ആത്മീയമായ ചൈതന്യത്തോടുകൂടി ജീവിതത്തിന്റെ വിശുദ്ധിയെ ലോകത്തോട് കാണിച്ചു കൊടുത്ത നഫീസത്തുൽ മിസ്രിയെയും റാബിയത്തുൽ അദവിയെയും നഫീസത്തുൽ മിസ്രിയെയും വാഴ്ത്തപ്പെട്ടവരാകുന്നതും ഉയർത്തപ്പെട്ടവരാകുന്നതും സുന്നികളുടെ സാഹിത്യത്തിലാണ്. സുന്നികളെ നഫീസത്തുൽ മിസ്രിയെ പറയൂ. എന്നിട്ട് നഫീസത്തുൽ മിസ്രിയയുടെ പേരിൽ ഒരു കവിത എഴുതിയത് സുന്നികളാണ്. നഫീസത്തുൽ മിസ്രിയയുടെ കവിത പറയുന്നതും പാടുന്നതും ചൊല്ലുന്നതും വീട്ടിൽ കെട്ടിത്തൂക്കുന്നതും പുണ്യമെന്ന് പറയുന്നതും സുന്നികളാണ്. അതുകൊണ്ട് സ്ത്രീ നവോത്ഥാനം എന്ന് പറയുക വഴി സ്ത്രീത്വത്തെ അംഗീകരിക്കലും സ്ത്രീയുടെ എഴുത്തിനെ സമ്മതിക്കലും സ്ത്രീയെ സാഹിത്യ രംഗത്ത് ഉയർത്തിക്കാണിക്കലുമാണെങ്കിൽ അത് സുന്നികൾ കടിച്ചിട്ടേ മുജാഹിദും ജമാഅത്തിനും അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയൂ. ഷൂറ കൂടുമ്പോൾ സൂറയെ ഇരുത്തിട്ട് കാര്യമല്ല. നഫീദ് മിസ്രി റളിയല്ലാഹു അൻഹു അംഗീകരിക്കൂ, റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു അംഗീകരിക്കൂ. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ സിന്ദാബാദ് വിളിക്കണം എന്ന് പറയുന്നത് സ്വജനപക്ഷപാതമാണ്. എന്താ ചില ആൾക്കാർ പറയുന്നത്, ആണിന്റെ കാര്യം ആണുങ്ങൾ നേടുന്നു, പെണ്ണിന്റെ കാര്യം പെണ്ണ് നേടിക്കോട്ടെ. അല്ല, സമസ്ത പറയുന്നത് എന്താണെന്നറിയോ? ആണുങ്ങൾ പറഞ്ഞ് സിന്ദാബാദ് വിളിച്ചിട്ട് കരാബോ നടത്തിയിട്ട് പിക്കറ്റ് ചെയ്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എല്ലാ രംഗത്ത് തെളിഞ്ഞിട്ടും ആണുങ്ങൾ നേടും. എന്നാൽ സ്ത്രീകളുടെ കാര്യവും ആണുങ്ങൾ നേടും. സ്ത്രീകളുടെ കാര്യം നേടണോ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തേണ്ടത് ആണുങ്ങളാണ്. സ്ത്രീകളുടെ കാര്യം നേടണം. ഇന്ദ്രപ്രസ്ഥത്തിൽ ഘരാമോക്കിരിക്കേണ്ടത് ആണുങ്ങളാണ്. നടുറോട്ടിലിറങ്ങി സിന്ദാബാദ് വിളിക്കേണ്ടതും നാടാകെ പുകിലുകൾ നടത്തേണ്ടതും ചൂലെടുത്തുകൊണ്ട് അടിക്കേണ്ടതും പെണ്ണുങ്ങളല്ല. ചൂലെടുത്തുകൊണ്ട് അടുക്കള വൃത്തിയാക്കേണ്ടത് പെണ്ണുങ്ങൾ അവിടെ വെക്കാൻ. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ആദർശത്തിന്റെ പടന്റെ തീജ്വാല പാറിക്കേണ്ടത് ആണുങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ സുരക്ഷിതയാവണം, അവൾക്ക് അവകാശം കൊടുക്കണം എന്ന് പറയാൻ പുരുഷൻ വിയർപ്പെടുക്കണം. പുരുഷന്റെ കാര്യം പുരുഷൻ നോക്കും, പെണ്ണിന്റെ കാര്യം പെണ്ണ് നോക്കിക്കോട്ടെ എന്ന് പറയുന്നതുകൊണ്ട് സ്വജനപക്ഷപാതം നടത്താൻ സമസ്ത സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പെണ്ണിന്റെ അഭിമാനത്തോടെ പറയാം, ഞങ്ങളാണ് സുന്നികളാണ്. പെണ്ണിന്റെ കാര്യം സുന്നികൾ സമ്പാദിച്ചു തരും, സമസ്ത സമ്പാദിക്കും. അതുകൊണ്ട് ഇവർ സ്ത്രീപക്ഷ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് സമസ്തയാണ്. സ്ത്രീപക്ഷ സംഘടന ഏതെന്ന് ചോദിച്ചാൽ സമസ്തയാണ്. ബാക്കിയുള്ളവർ ഞങ്ങളില്ല പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ട് അവർ നോയിക്കോട്ടെ. അങ്ങനല്ല സുന്നി പറയും, പെണ്ണുങ്ങളെ കാര്യം കൂടി ഞങ്ങൾ പറയും. കാരണം അവിടെ ചെന്നാൽ ഭക്ഷണം കഴിക്കണ്ടേ, ആണുണ്ടാക്കട്ടെ എന്ന് പെണ്ണ് പറഞ്ഞാലോ ആണിന്റെ കാര്യം ആണ് നോയിക്കോ. വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരണം, ഇവന്റെ ഇസ്ത്രീക്കൂട്ട് തേച്ചു കൊടുക്കണം, ഇവന്റെ സോട്ടും കൂട്ടൊക്കെ ഇട്ടുകൊടുക്കണം, ഇവന്റെ ഷൂന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം, ഇവന്റെ മക്കളെ നോക്കണം, ഇവന്റെ ഗർഭം ധരിച്ചുകൊണ്ട് 10 മാസം ഗർഭിണിയാവണം, എന്നിട്ട് നൊന്ത് പ്രസവിക്കണം, മുലപ്പോലെ കൂട്ടണം. ഇതൊക്കെ ചെയ്യണ്ടേ? അല്ല, പ്രസവിച്ചു കഴിഞ്ഞ പാടെ തന്നെ 10 മാസം ഞാൻ ചുമന്നിട്ടുണ്ട്, ഒരു 10 മാസം നീയും ചുമന്നോ എന്ന് പറഞ്ഞ് നടന്നാൽ നടക്കുവോ? പുരുഷന്മാർ സ്വജനപക്ഷപാതിയായ പോലെ സ്ത്രീകളും സ്വജനപക്ഷപാതികളായാൽ ഇവിടെ കുടുംബജീവനം നടക്കുമോ? പ്രകൃതി പറഞ്ഞ കാര്യമാണ്, ഇതിനല്ലാതെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സമസ്ത പറയുന്നു, സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നത് സമസ്തയാണ്. ആണുങ്ങളെ കാര്യം സ്ത്രീകൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുപ്രശ്നത്തിൽ പെണ്ണുകാര്യം ആണുങ്ങൾ നോക്കണം. നീതി, ഇതല്ലേ സമത്വം, ഇതല്ലേ മാനവികത, ഇതല്ലേ സമസ്ത പറയുന്നത്?
പിന്നെ വിദ്യാഭ്യാസം. ചില ആൾക്കാരൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആ സമസ്തനെ വല്ലാതെ കറക്കാൻ നോക്കുന്നത്. ചിലർക്കൊക്കെ ഇപ്പോഴുണ്ട്. ഫാത്തിമക്കുട്ടിയിൽ കൊണ്ട് ഫാത്തിമയിലേക്ക് പോയ സമുദായം. ആരാ ഈ ഫാത്തിമക്കുട്ടിയെ ഫാത്തിമാക്കിയത്? ആരാക്കിയത്? 17 വയസ്സായ പെൺകുട്ടികളെ കെട്ടിക്കാൻ സമസ്തക്കാർ നെട്ടോട്ടമോടുന്നു. 16 വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിക്കാൻ സമസ്തക്കാർ നെട്ടോട്ടമോടുന്നു. അതിന് യോഗം ചേരുന്നു, അതിന് ക്യാമ്പയിൻ നടത്തുന്നു, അത് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അതുകൊണ്ട് പിന്തിരിപ്പന്മാരാ സമസ്തക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് സമസ്ത അല്ലാതെ വേറെ ആരാ? ഇംഗ്ലീഷ് ഭാഷ ഹറാമാണ് ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് സായിപ്പിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. സായിപ്പ് പോയി ഇംഗ്ലീഷ് പറയാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുള്ള വിദ്വേഷത്തിന്റെ ഭാഗമായി ഗാന്ധി പറഞ്ഞു, നമുക്ക് അവന്റെ വേഷം വേണ്ട, നമുക്ക് അവന്റെ ഉൽപ്പന്നം വേണ്ട, നമുക്ക് അവന്റെ വിഭവങ്ങൾ വേണ്ട, നമുക്ക് അവന്റെ ഭാഷ, നമുക്ക് അവന്റെ സംസ്കാരം വേണ്ട. അതാണ് തർക്കുൽ മുവാലാത്ത്. ആലി മുസ്ലിയാരെ പോലുള്ളവർ അങ്ങനെ പറഞ്ഞത്. വാരി കൊണ്ടത് കുഞ്ഞഹമ്മദാജിം, ലബക്കുട്ടി, മുന്നിമുസൈ, മൊത്തകുരിക്കലും, കുഞ്ഞിപ്പോക്കർ, കുഞ്ഞിക്കാതറും ഇവിടെ വെച്ചുകൊണ്ട് പണവെട്ടിയത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. സായിപ്പേ, നിനക്ക് നികുതി തരാൻ എനിക്ക് മനസ്സില്ലടാ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഉമർ ഖാലി. അവർക്ക് ചെയ്തതെന്താ? അവർക്ക് ചെയ്ത് സായിപ്പിന്റെ എല്ലാം ബഹിഷ്കരിക്കാൻ പോവുകയാണ്. കേരളത്തിലെ സുന്നികൾ ഒന്നുകൂടി പറഞ്ഞു, തർക്കുൽ മുവാലാത്തിന്റെ ഭാഗമായി, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമുക്ക് അവന്റെ ഭാഷ വേണ്ട, ഇംഗ്ലീഷ് വേണ്ട. അവൻ പോയതോടുകൂടി ഇംഗ്ലീഷ് പറഞ്ഞു. ഇതാണ് ഇംഗ്ലീഷിനോട് ഞങ്ങൾ വിമുഖത കാണിക്കുന്നവരല്ല. ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് സമസ്തയോടെ ഉയർന്നതാരാ? 16 വയസ്സ് പെൺകുട്ടികളെ കെട്ടിക്കാൻ സമസ്ത പറഞ്ഞിട്ടുണ്ടോ? 18 വയസ്സിന്റെ താഴോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? കാന്തപുരം എ പി ബക്കർ മുസ്ലിയാർ പറഞ്ഞത് 16 വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിക്കാൻ സമ്മതം തരണം. അയാൾ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും. അത് അദ്ദേഹത്തിന്റെ സ്വയം ശൈലിയാണ്. പുരുഷവർഗത്തിന് തന്നെ അപമാനമുള്ള പ്രസ്താവനയെ കൊടുക്കൂ. പത്രക്കാർ ചോദിച്ചു, ഇസ്ലാം എന്തിനാ ബഹുഭാരിത്വം അനുവദിച്ചിരുന്നു? എ പി പറഞ്ഞു, സ്വന്തം ഭാര്യയെ ഒരു മാസത്തിൽ 6-7 ദിവസം തൊടാൻ പറ്റൂല, കാരണം അന്ന് ആർത്തവുണ്ടാവും. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് വേറെ പെണ്ണ് വേണം. ബി എം സുഹറ മറുപടി പറഞ്ഞു, മാസത്തിൽ 6-7 ദിവസം എ പിക്ക് അടങ്ങിയിരുന്നൂടെ? അതിനാ ബഹുഭാരിത്വം? അതിനല്ലല്ലോ ബഹുഭാരിത്വം. വേറെ കറക്റ്റ് 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എ പി പറഞ്ഞു 16 വയസ്സിൽ തന്നെ പെൺകുട്ടികളെ കെട്ടിക്കാൻ സമ്മതം തരണം. അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. 16 വയസ്സ് കെട്ടിക്കാൻ പറഞ്ഞിട്ടില്ല. സമസ്ത കൂടിയിരുന്നു കൊണ്ട് പറഞ്ഞു 18 വയസ്സെന്ന നിർബന്ധം ഒഴിവാക്കണം. ചില പ്രത്യേക സാഹചര്യത്തിൽ 17 വയസ്സ് ആയ കുട്ടികളെയും കെട്ടിക്കേണ്ടി വരാം. അവരെ കെട്ടിക്കുന്നതിന് അനുമതി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ എ പി പറഞ്ഞതെന്താ? അത് അപരിഷ്കൃത സമൂഹത്തോട് പറയേണ്ട കാര്യമാണ്. അത് പുരോഗമനത്തിനെതിരാണ്, അത് അനിസ്ലാമികമാണ്, അത് അശാസ്ത്രീയമാണ്, അത് അപക്വതയാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ പത്രക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, 18 വയസ്സിൽ താഴോട്ട് വരണമെന്ന വാദത്തോട് ഞാൻ ഇപ്പോൾ യോജിക്കുകയാണ്. ഓന്ത് വിചാരിക്കും അത് ഞാനാണോ? ആ രൂപത്തിൽ ആ ദിവസങ്ങളെ കൊണ്ടിങ്ങനെ മാറുന്നത്. ഓന്തുപോലെ അങ്ങനെ നിർമാറില്ല. ഈ രൂപത്തിൽ പ്രസ്താവന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സമസ്തയുടെ ഭാഗമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടുള്ളത് 18 വയസ്സിൽ താഴോട്ട് വരേണ്ടത് ചില ആളുകൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിയമത്തിന്റെ വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയണം എന്നാണ്. ഇതെന്താ വേണ്ടേ? ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ആ വിഷയങ്ങൾ പറയുമ്പോൾ അങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഞങ്ങൾ വിദ്യാഭ്യാസത്തിനെതിരാ അല്ലടോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ME എഞ്ചിനീയറിംഗ് കോളേജ് പോയി നോക്ക്. 17 വയസ്സായ കുട്ടി +2 കഴിഞ്ഞിട്ടാണ് അവിടെ ചേരാൻ വരുന്നത്. 4 കൊല്ലത്തെ കോഴ്സാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കോഴ്സ് പൂർത്തിയാവാൻ. 4 കൊല്ലം കോഴ്സ് പൂർത്തിയാകണമെങ്കിൽ 21-22 വയസ്സാവണം. അങ്ങനെ അവർക്കുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. ചേരുമ്പോൾ പറയുന്നു, ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി, അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പൊ ചേരേണ്ട. മറ്റു കുട്ടികൾക്ക് അഡ്മിഷൻ സൗകര്യം ചെയ്തു കൊടുത്ത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അവർ തെളിയിക്കട്ടെ. ഇടക്ക് വെച്ചുകൊണ്ട് വിവാഹം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി വന്നാൽ ആ സീറ്റ് ഒഴിയും. വിദ്യാഭ്യാസത്തെയും വിവാഹത്തെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കെട്ടിച്ചു വിട്ടിട്ട് താൽക്കാലികമായി ചേരാൻ വേണ്ടി വരുന്നൊരു സത്രം പോലെ ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തല്ലേ. ഇത് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉത്തരവാദിത്തത്തോടുകൂടി പഠിക്കാനുള്ള സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത്, വിവാഹം കൊണ്ടുവന്ന് വിദ്യാഭ്യാസം തടയരുത്. ഇത് സമസ്ത ക്യാമ്പയിൻ ചെയ്യുന്നു, ഇത് സമസ്ത പഠിപ്പിക്കുന്നു. വഫിയ കോഴ്സ്, ഹുദവിയ കോഴ്സ്, ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഹുദവിയയിൽ ഒരു കുട്ടി പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ 22 വയസ്സാകണം. വഫിയയിലും 21 വയസ്സാവണം. അതിന് എവിടുന്ന ഭക്ഷണം? ആൾക്കാരോട് പിരിവെടുത്തുക. അതിനെവിടുന്ന വസ്ത്രം? ആളുകളോട് പിരിവെടുത്തുക. അതിനെങ്ങനെ അക്കമഡേഷൻ? ആളുകളോട് പിരിവെടുത്തുക.
മമ്പുറത്ത് നേർച്ച, അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനാണ്, പാവങ്ങളെ പഠിപ്പിക്കാനാണ്. ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ചിട്ട് കുട്ടികളെങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാം ചെലവഴിക്കുക. അത് സമസ്ത ചെയ്യുന്നു. എന്നിട്ട് സമസ്ത തന്നെ നേരെ ചെന്നിട്ട് പറയുന്നു, കുട്ടി എത്ര വയസ്സായി? 17 വയസ്സായി. നപ്പ കെട്ടിച്ചോ, കുറച്ചുകൂടി കഴിഞ്ഞ വിഷയം. അതുകൊണ്ട് 17 വയസ്സുള്ള കുട്ടികളെ കെട്ടിക്കാൻ പോകുന്നു. അങ്ങനെ സമസ്ത ചെയ്യോ? ഒരു ഭാഗത്ത് പഠിപ്പിക്കാൻ വേണ്ടി പിരിച്ചിട്ട് കഠിനാധ്വാനം ചെയ്ത് സ്ഥാപനങ്ങൾ തുടങ്ങി അവരെ അക്കമഡേറ്റ് ചെയ്യാം. മറുഭാഗത്ത് അതിന് അനുവദിക്കാതെ ഇപ്പൊ ഇറങ്ങിക്കോ എന്ന് പറയാ. ഇതാണ് നാറാണത്ത് ഭ്രാന്ത്. നാറാണത്ത് ഭ്രാന്തനല്ല ചെയ്യുക, അത് സമസ്ത ചെയ്യില്ല. സമസ്ത ചെയ്യുന്നു പഠിപ്പിക്കണം, പഠിക്കണം. എന്ത് ചെലവഴിച്ചുകൊണ്ടാണെങ്കിലും പഠിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്ന ഭൗതിക സ്ഥാപനം തുലാസിന്റെ ഒരു തട്ടിലും ഇന്ത്യ രാജ്യത്തെ മതസംഘടനകൾ നടത്തുന്ന തീരുമാനത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം, ഭൗതിക വിദ്യാഭ്യാസം തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചുകൊണ്ട് തൂക്കട്ടെ. സമസ്തയുടേതാണ് മുൻതൂക്കം. മുൻതൂക്കം നല്ല ഒരുപാട് മുൻതൂക്കം. ആമയും മുയലും പന്തയം വെച്ച പോലെയായിരുന്നു. ഞങ്ങൾ കുറച്ച് മനസ്സിലാക്കിയടോ. കുറച്ച് കാലഘട്ടത്തിൽ ഞങ്ങൾ സമരം ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി. ഏറനാട് വള്ളുമനാട് താലൂക്കിൽ ഞങ്ങളുടെ പാവപ്പെട്ട ഉപ്പൂപ്പന്മാരൊക്കെ തന്നെ ചോരത്തുപ്പയും രക്തം ഛർദ്ദിച്ചുകൊണ്ടും കഷ്ടപ്പെട്ടതായിരുന്നു. അന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നിട്ടല്ല, പഠനത്തോട് വിമുഖത ഉണ്ടായതുകൊണ്ടല്ല. ഞങ്ങൾ അന്ന് അന്നം കഴിക്കാൻ വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു പൂളക്കേങ്ങ് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട പട്ടിണി കിടന്ന പാരമ്പര്യമാണ് ഞങ്ങളുടെ ഉപ്പൂപ്പന്മാർക്കുണ്ടായത്. അന്ന് പഠിക്കാൻ തൗഫീഖില്ലാത്തത് കൊണ്ടും പഠിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ടുമാണ്, ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഞങ്ങൾ പിന്നെ ബോധോദരന്മാരായി. ഇന്ന് കേരളത്തിലെ സമസ്ത നടത്തുന്ന ഭൗതിക സ്ഥാപനം, പെൺകുട്ടികൾക്കുള്ള സ്ഥാപനം. ഞാൻ ചോദിക്കട്ടെ, 300 IAS വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് SKSSFന്റെ. 300 IAS വിദ്യാർത്ഥികൾ. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സർവീസ് സിവിൽ സർവീസ്. അതിൽ 140 പെൺകുട്ടികളാണ്, മുസ്ലിം പെൺകുട്ടികൾ. അപ്പൊ വിദ്യാഭ്യാസമാണ് സമസ്തയുടെ കാതൽ, അതിന്റെ ഉജ്ജ്വലത. എന്നിട്ട് വിദ്യാഭ്യാസത്തോടെ സമസ്ത വിമുഖത കാണിക്കോ? ഇല്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾ, എല്ലാവരും ക്യാമ്പസിൽ പഠിക്കൂലല്ലോ. ഇനി ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ ഒരു പക്ഷേ പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ട സാഹചര്യം വന്നു. സാമൂഹിക വിഷയങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ട ഒട്ടേറെ കാരണങ്ങളെ കൊണ്ട് ഈ വിവാഹം ഇപ്പോൾ നടക്കലാണ് കരണീയം. എങ്കിലേ ഇവിടെ ചാരിത്രം സംരക്ഷിക്കപ്പെടൂ. ചാരിത്രം സംരക്ഷിക്കാൻ വിവാഹം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയൂ എന്ന് കണ്ടാൽ അവിടെ വിവാഹത്തെ ഉജ്ജ്വലമാക്കണം, വിവാഹത്തെ ഉയർത്തിക്കൊണ്ടുവരണം, വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കണം. അത് ചാരിത്രത്തെ സംരക്ഷിക്കാനാണ്. അല്ല, കെട്ടിക്കുന്ന സന്ദർഭത്തിൽ വിവാഹം മുടങ്ങും, വിദ്യാഭ്യാസം മുടങ്ങും. എന്നാലോ മുടങ്ങിക്കോട്ടെ. അവിടെ വിദ്യാഭ്യാസം മാറ്റിവെക്കണം, അവിടെ ചാരിത്രത്തെ സംരക്ഷിക്കണം. 1ാം സ്ഥാനം ചാരിത്രത്തിനാണ്, 2ാം സ്ഥാനം വിദ്യാഭ്യാസത്തിനാണ്. എന്നാൽ വിദ്യാഭ്യാസം തടയപ്പെട്ടാലും ചാരിത്രത്തെ സംരക്ഷിക്കണമെന്ന്, ആ സംരക്ഷണത്തിന്റെ വിവാഹമേ വഴിയുള്ളൂ എങ്കിൽ എല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് വിവാഹം മുന്നിൽ വരും. അത് അപൂർവമാണ്, അപൂർവമാണ്. അത്തരം കേസുകൾക്ക് വിവാഹത്തിന് വയസ്സ് ഒരു തടസ്സമാവരുത്. ഞാൻ നിർത്തുകയാണ്. ഒരു തടസ്സമാവരുത്. ഇതേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇത് പറയാനുള്ളവർക്ക് പറയാൻ. SKSFന്റെ ഒരു പുസ്തകം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. 50 രൂപക്കുള്ള പുസ്തകം ഒരു ക്യാമ്പയിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ 30 രൂപക്ക് നൽകിയാണ്. ഈ വിഷയങ്ങൾ മുഴുവനും ക്രോഡീകരിച്ചിട്ടുണ്ട്. പറയാനുള്ളത് എല്ലാവർക്കും പറയാം. MN കാരശ്ശേരി പറയുന്നുണ്ട്, ഞങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം വിരോധികൾ പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിരോധത്തിന്റെ പേരിൽ എഴുതിയ ആൾക്കാരുണ്ട്. ഫിറോസിനും അഷ്റഫ് അലിക്കും ഒരു വിയോജിപ്പുണ്ട്, അതും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പറയാം. പക്ഷെ ബാഫക്ക് തങ്ങളുടെ പോക്കർ സാഹിബിന്റെയും പാരമ്പര്യമല്ല, ബനാത്ത് വാല സാഹിബിന്റെ പാരമ്പര്യമല്ല. അത് EMSന്റെയും നായനാരുടെയും പാരമ്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഫിറോസും അഷ്റഫ് അലിയും നായകനാക്കുന്നത് സാക്ഷാൽ EMSനാണോ അതോ പോക്കർ സാഹിബിനെയോ? നായനാരെയാണോ അതോ ബനാത്ത് വാല സാഹിബിനെയോ? ഒറ്റക്ക് പടക്കളത്തിൽ പടവെട്ടിയാലും ഈ പോക്കർ ഞാൻ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചുകൊണ്ട് ഒച്ചവെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് സിംഹക്കുട്ടിയെ പോലെ ഗർജിച്ച മഹാനായ പോക്കർ സാഹിബ് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട്
രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചതുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ശരീഅത്തിന് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പിടഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബനാത്തുവാല സാഹിബും മെഹബൂബ് അമീനത്ത് ഇബ്രാഹിം സലീമാൻ സെട്ടോ സാഹിബും ശരീഅത്തിന് വേണ്ടി പടവെട്ടിയവരാണ്. അന്ന് പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി അവർക്ക് ഷെയ്ഖാൻഡ് കൊടുത്തുകൊണ്ട് അഭിനന്ദിച്ചതാണ് അവരുടെ ഇസ്ലാമിനോടുള്ള അന്തസ്സൊട്ടുകൊണ്ട്. അതല്ല ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ആളാവാൻ ആണ് മോഹമെങ്കിൽ ചില ആളുകൾ വിയോജിപ്പ് പറയും, അതും പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ മറുപടി മുസ്തഫ ഫൈസിയുടെയും വ്യക്തമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മയായ അഭിഭാഷകയായ ഒരു വനിതാ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന വനിതാ കമ്മീഷൻ അംഗമായ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഫിറോസിന് ഉരുളക്കുപ്പേര് മറുപടി പറയുന്ന ലേഖനവും ഞങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പുസ്തകം കുട്ടികൾ നിങ്ങളെ കയ്യിൽ പൊത്തിക്കും. 30 രൂപ കൊടുത്തിട്ട് നിങ്ങളത് വാങ്ങണം. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഞാൻ ആ വിഷയത്തെ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കൈവരിച്ചിട്ടുള്ള നേട്ടം അമൂർത്തമാണ്, അമൂല്യമാണ്, അനിർവചനീയമാണ്. അതുകൊണ്ട് സമസ്ത ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. അല്ലാതെ വന്ന ആളുകൾ മുഴുവനും സമസ്തയുടെ പേരിൽ വന്നവരൊക്കെ പലരും തട്ടിപ്പാണ്. കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ തട്ടിപ്പിലുണ്ടായ ആളാണ്. ഞാൻ അയാളെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട കാര്യമല്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാൻ. ബഹുമാനപ്പെട്ട കുഴിമണ്ണ ധാരിമിക്ക് വേണ്ടി ആ വഴി ഇങ്ങനെ ഒരുക്കി കൊടുക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് മുടിയിലേക്ക് കടക്കാം. ഞാൻ മുടി പറയില്ല. ബഹുമാനപ്പെട്ട ബാരി ഉസ്താദ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ട് സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം നടന്നത് 10 ലക്ഷം ജനങ്ങളെ പങ്കെടുപ്പിച്ചിട്ടാണ്. ആ സമ്മേളനത്തിലെ ജനങ്ങളുടെ ബാഹുല്യം കണ്ടിട്ട് ആ ഫോട്ടോ എടുത്തിട്ടാണ് ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്തവരെന്ന് അടിക്കുറിപ്പ് കൊടുത്തു. ബുക്കിലെറ്റ് ഇറക്കി. ആ ബുക്കിലെറ്റിൽ എന്താ കൊടുത്തതെന്നറിയോ? ഫോട്ടോ കോഴിക്കോട്ട് കടപ്പുറത്ത് സമസ്തയുടെ സമ്മേളനം, അടിക്കുറിപ്പിൽ മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ. എന്താ കാര്യം? അറബികൾ കണ്ടിട്ട് വേണം പൈസ കിട്ടാൻ, മർക്കസിന് പൈസ കൊടുക്കണം. പക്ഷെ ആ ഫോട്ടോയിൽ നിന്നുകൊണ്ട് അവർക്ക് അറബിക്കടൽ മാറ്റാൻ മറന്നുപോയി. അതങ്ങനെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട നാട്ടികസ്ഥാന് ചോദിച്ചു, അല്ലേ പി കാരന്തൂരിലേക്ക് എന്ന അറബിക്കടൽ വന്നത്? അതല്ല, അറബിക്കടലിന്റെ തീരത്തേക്ക് എന്ന മർക്കസ് ചെന്നത്? രണ്ടിലൊന്നും നടക്കാതെ ഈ ഫോട്ടോ ശരിയാവില്ലല്ലോ. പിന്നെയും ഒരു ലഘുലേഖ ഇറക്കി, അറബി ലഘുലേഖ ഇറക്കി. ഓരോ വർഷവും അല്ല ഓരോ മാസവും മാസം തോറും 3000 ആളുകൾ മർക്കസ് മുഖേന ഇസ്ലാമിലേക്ക് വരുന്നു. അറബികളെ പൈസ അങ്ങനെ ഒഴുക്കല്ലോ. ഇത്രയും ഒരു മാസത്തിൽ 300 ആൾ ഇസ്ലാമിലേക്ക് വന്ന എന്താ സ്ഥിതി? ഒറ്റ കുട്ടി ഇന്ന് വരെ മർക്കസ് വഴി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. മർക്കസ് കേരളത്തിൽ 2 സ്ഥാപനം വഴിയേ വന്നിട്ടുള്ളൂ. ഒന്ന് തർബീത്തുൽ ഇസ്ലാം സഭ, മറ്റൊന്ന് മുഖദാറിലെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭ, മറ്റൊന്ന് തർബീത്തുൽ ഇസ്ലാം സഭ. 2 മാണക്കാട് തങ്ങന്മാരാണ് നേതൃത്വം നൽകുന്നത്. കാന്തപുരത്തിന്റെ മർക്കസ് വഴി ഒരൊറ്റ കുട്ടി വന്നിട്ടില്ല. എന്നിട്ട് എന്താ എഴുതിയത്? ഓരോ മാസത്തിൽ 3000 ആള് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിൽ നിന്ന് വരുന്നു. അങ്ങനൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോ നാട്യവിസ്താദ് ലഘുലേഖ ഗൾഫിൽ നിന്ന് പിടികൂടി ഇവിടെ വന്ന് പ്രസംഗിച്ചു. അല്ലേ പി, ഇത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മർക്കസിൽ സുന്നത്ത് കർമ്മം നിർവഹിക്കാൻ ഏത് യന്ത്രമാ ഫിറ്റ് ചെയ്തത്? വേം പരിപാടി നടക്കണ്ടേ? മർമ്മം കലർത്തിക്കൊണ്ട് ചാട്ടുളി പോലത്തെ നാട്യകുസ്താദിന്റെ പ്രയോഗത്തിൽ ഇവർ കാന്തപുരം പകച്ചു. എന്തൊക്കെ തട്ടിപ്പാ! പാഠപുസ്തകം പഠിക്കാൻ പാടില്ല എന്നൊരു ഭാഗത്ത്, എന്നിട്ട് അതേ പാഠപുസ്തകം കൊണ്ടുപോയി കട്ടടിക്കുക. പാഠപുസ്തകം പഠിക്കരുതെന്ന് പറഞ്ഞാൽ അറ വായിക്കരുത്, ഉറ വായിക്കരുത്. അറ വായിച്ചാൽ മണിയറ ഓർമ്മ വരും, അതുകൊണ്ട് അത് അശ്ലീലാണ്. ഉറ വായിക്കരുത്, വേറൊരു ഉറ ഓർമ്മ വരും, അതും അശ്ലീലാണ്. എന്നിട്ട് ആ പാഠപുസ്തകം തന്നെ അവർ പഠിച്ചൊക്കെ എ പി വായിച്ചതും അതുപോലെ ഉള്ളാണ്ടങ്ങൾ വായിച്ചതും പഠിച്ചതും ഒക്കെ ഈ അറയുറയാണ്. അല്ലെങ്കിൽ അവരുടെ മക്കളെ പഠിപ്പിച്ചത് അതാണ്. ബാരിസ്താദിനറിയാം. അങ്ങനെയൊക്കെ മക്കളൊക്കെ പഠിച്ചത് അറയും ഉറയും പഠിച്ചിട്ടാ വലുതായത്. കാലത്തിനനുസരിച്ചുകൊണ്ട് സിലബസ് മാറാം. അതുകൊണ്ട് സമസ്ത സിലബസ് മാറ്റിയിട്ട് എന്താ പറഞ്ഞത്? അദബുന്നാണ്. എന്നാൽ പഴയ പാഠപുസ്തകത്തെ തള്ളിപ്പറയില്ല. അന്ന് നമ്മുടെ ആപ്പുപാപ്പന്മാരും നമ്മളൊക്കെ പഠിച്ചത് അതാ. നമ്മളെ മക്കൾ പുരോഗമനത്തോടുകൂടി പഠിക്കണം, അതുകൊണ്ട് പരിഷ്കരണം വേണം. സിലബസ് മാറാം, അത് മനുഷ്യ നിർമ്മിതമാണ് സിലബസ്, അത് മാറാം. പക്ഷേ മാറിയാൽ പഴമക്കാർ പഠിച്ചതിനെ പുറംകാല് കൊണ്ട് തള്ളിപ്പറയാൻ പാടില്ല, അതിനെ പുറംകാല് കൊണ്ട് തട്ടാൻ പാടില്ല. അതും നല്ലതാണ്, ഇതും നല്ലതാണ്. അതിനേക്കാൾ നല്ലത് ഇതിപ്പോഴത്തേതായത് കൊണ്ടാണ് അത് അന്ന് പത്തര മാറ്റാൻ എന്ന് പറയും സമസ്ത. കാന്തപുരം പറയുന്നത് അശ്ലീലം. എന്നിട്ട് ആ പാഠപുസ്തകം കൊണ്ടുപോയി ശിവകാശി പ്രസന്ന് കട്ടു.
എന്നിട്ട് വിറ്റു, കീശയിൽ പൈസ ഉണ്ടാക്കി. എന്തെല്ലാം തട്ടിപ്പ്! ക്രസന്റ് സിമന്റ് ഫാക്ടറിയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഷെയർ ഉടമകളിൽ നിന്നുകൊണ്ട് കോടികൾ പിരിച്ചു, സിമന്റ് നടത്തി, അവസാനം പൊട്ടി. കണക്ക് ചോദിച്ച വസാഹ ഒരു കണക്കില്ല. അബ്ദുന്നൂർ എന്ന് പറയുന്ന കുറ്റപ്പുറത്തുകാരൻ 100 കോടി ആളുകളെ കൊണ്ട് പൈസ പിരിച്ചു, 100 കോടി. അവസാനം ആൾ മുങ്ങി, ദുബൈയിൽ പൊങ്ങി. അന്വേഷക സംഘം അവിടെ പോയി. 49 കോടിന്റെ കണക്കില്ല, 51 കോടിന്റെ കണക്ക് കിട്ടി. 49 കോടി ആരാ? അയാൾ മുരണ്ടു. അവസാനം തുറന്നു പറഞ്ഞു, ആ ഡേപ്പിനോട് ചോദിച്ചാൽ മതി, എന്റെ കയ്യിലല്ല. വീണ്ടും അന്വേഷക സംഘം അന്വേഷിച്ചു. അവസാനം അബ്ദുന്നൂർ ഹൈദരാബാദിൽ വിമാനമിറങ്ങി. പിന്നെ ബാംഗ്ലൂരിൽ വന്നുകൊണ്ട് 2 ആഴ്ച താമസിച്ചു. പിന്നെ 2 ആഴ്ചക്കാലം കാരന്തർ മർക്കസിൽ ഒളിത്താവളത്തിൽ അബ്ദുന്നൂർ താമസിച്ചു. അധികൃതർ ബന്ധപ്പെട്ടു, മർക്കസ് അധികൃതരുമായി അന്വേഷക സംഘം ബന്ധപ്പെട്ടു. അയാളെ പുറത്തുവിടണം, കീഴടക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ റെയ്ഡ് നടത്തും, ആൾ അറസ്റ്റ് ചെയ്യും. അവസാനം തിരൂരിൽ ഹാജരാക്കി, റിമാൻഡ് ചെയ്തു. ഇപ്പൊ അഴികൾ എണ്ണാണ് റിമാൻഡിൽ. എപിനോട് ചോദിച്ചു, അബ്ദുന്നൂർ ആരാണ്? അബ്ദുന്നൂറോ? ഞാൻ അയാളറിയില്ല. കുറ്റിപ്പുറം. കുറ്റിപ്പുറം നാടുണ്ടോ? അതൊന്നും മൂപ്പററിയില്ല. അബ്ദുന്നൂറിനെ അറിയില്ല. അബ്ദുന്നൂറിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അബ്ദുന്നൂറിനെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഒരു പരിചയമില്ല. ഞാൻ അബ്ദുന്നൂർ പോയ വൈക്ക് പോലും പോയിട്ടില്ല. അബ്ദുന്നൂർ എന്ന് പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ അവർ പറയുന്ന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ ഓർഗനൈസറാണ്. എപിഒ അതേ സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറിക്ക് ഓർഗനൈസറെ അറിയില്ല. ആ സംഘടനയുടെ ചേലും കൊലും കണ്ടോ? ഇനി അബ്ദുന്നൂറുമായി എപിക്ക് ബന്ധമുണ്ടോ അല്ലേ എന്നതൊക്കെ കുഴിമണ്ണ കാണിച്ചിരും. അതാണല്ലോ അതിന്റെ ഭംഗി. എപിക്ക് അബ്ദുന്നൂറായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് ധാർമി കാണിച്ചു. തട്ടിപ്പുകൾ നീണ്ട നിര. ഇപ്പോ അവസാനമായി അതൊക്കെ പോവട്ടെ, അവസാനമായി നടത്തിയത് കോഴിക്കോട്ട് മർക്കസിന്റെ കെയർ ഓഫിൽ ഒരു പള്ളി ഉണ്ടാക്കും. മുടിപ്പള്ളി നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 40 കോടി പിരിച്ചു. 40 കോടി പള്ളി ഉണ്ടാക്കുന്ന പറഞ്ഞത്. ഇവിടെ ഉണ്ടാവും ഇപ്പോഴും ബോർഡിലൊക്കെ എന്താ എഴുതി വെച്ചത്? ഷേറെ മുബാറക് മസ്ജിദ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി മർക്കസ് നിർമ്മിക്കുന്നു, മുടി സൂക്ഷിക്കാൻ. ആ പള്ളിയെ സംബന്ധിച്ച് ഇപ്പൊ എപി എന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ പള്ളിക്ക് പിരിവിച്ചിട്ടില്ല, അങ്ങനെ പള്ളി ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു മുടി വെക്കുന്നു. നിങ്ങൾ ഗതിമുട്ടിയപ്പോഴാണ് അത് പറയുന്നത്. പള്ളി ഉണ്ടാക്കാൻ സമ്മതിക്കൂല നാട്ടുകാർ, ജനങ്ങൾ സമ്മതിക്കൂല, അത് ശരിയാ. പക്ഷേ ഈ 40 കോടി എന്ത് ചെയ്തു എന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. 40 കോടി പിരിച്ച സംഖ്യ എന്ത് ചെയ്തു എന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇവിടുത്തെ ചാനലുകാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ 7 കോടി കട്ട സരിതന്റെ അപ്പുറത്തല്ല 40 കോടി കട്ട ഇയാളെ പിന്നാലെ പോകണ്ടേ? സരിത 7 കട്ടിട്ടുള്ളൂ. കളവിന്റെ കാര്യത്തിലാണെങ്കിൽ ഗ്രേഡ് കൂടുതൽ. ഇവിടെ അന്വേഷിക്കണം. 40 കോടിയാണ് ഒറ്റടിക്ക് തട്ടിയത്. ഇപ്പൊ എല്ലാം പിരിച്ചു കഴിഞ്ഞപ്പോ ഒരു മുരണ്ട ന്യായം. ഈ കേക്കാര് സമ്മതിക്കുന്നില്ല, ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പള്ളി ഉണ്ടാക്കാൻ പെർമിറ്റ് തരുന്നില്ല, അതുകൊണ്ട് പള്ളി തൽക്കാലം ഉണ്ടാക്കുന്നില്ല. പൈസ തിരിച്ചു കൊടുക്കണോ? അതില്ല. തട്ടിപ്പ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടൊരു കാര്യം കൂടി പറയുന്നു. കാന്തപുരവും പൊന്മളയും 2 ഗ്രൂപ്പാണ്. 2 ഗ്രൂപ്പ് മൂത്ത് കാന്തപുരത്തിന് പണത്തോടുള്ള ആർത്തി മൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വെച്ചുകൊണ്ട് കാശുണ്ടാക്കി. കാന്തപുരത്തോടുള്ള വിരോധം മൂത്തിട്ട് പൊന്മള സുന്നത്ത് ജമാഅത്തിനെ തള്ളിപ്പറഞ്ഞു. പൊന്മളപ്പം എന്താ പറയുന്നത്? റസൂലുള്ളാഹിന്റെ മുടിക്ക് യാതൊരു ബർക്കത്തുമില്ല, മുജിസത്തില്ല. ഉണ്ടായിരുന്നു, അത് വഫാത്തോടുകൂടി കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ ശേഷം നിലനിൽക്കുന്നത് ഖുർആനേ ഉള്ളൂ, വേറൊന്നും നിലനിൽക്കില്ല. ഇതല്ലേ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധ ആശയം? ഇതല്ലേ മുജാഹിദ് ആശയം? ഇതല്ലേ ജമാഅത്ത് ആശയം? ഇടയ്ക്ക് വെച്ചുകൊണ്ട് ആശയം മാറുന്ന മുജാഹിദുകളെയും പൊന്മളയെയും കൂട്ടിക്കെട്ടി ഒരു കാളപ്പൂട്ടിനെ വിടാം. സുന്നത്ത് ജമാഅത്ത് ഇവർക്കില്ലേ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് നിലനിൽക്കുമെന്നാണ് ലോക സുന്നികളുടെ വിശ്വാസം. അതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്ന അടിസ്ഥാനപരമായ ആശയം. ജീവിതകാലത്ത് റസൂലുള്ളാഹിനോട് ചെന്ന് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ മഴയെ തരണേ. വെള്ളം കിട്ടാതെ ജനങ്ങൾ വിഷമിക്കുകയാണ്, മഴയെ തരണേ ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവോട് പറയുന്നു, റസൂലുള്ളാഹ് മഴയെ കിട്ടുന്നു. മഴ മതി പടച്ചവനെ, ഇവിടുന്ന് കൊണ്ട് മഴയെ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊടുത്തോളൂ. വിശുദ്ധമായ ഹദീസുകളിൽ വ്യക്തമായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്ത സഹീഹ് ബുഖാരിയുടെ ഹദീസല്ലേ സ്വഹാബത്ത് പറഞ്ഞതാണ്. എന്നാൽ ആ സ്വഹാബത്ത് ആ വിശുദ്ധമായ സഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഖസ്തലാനി.
അതേപോലെ തന്നെ ഫതുഹുൽ ബാരി, രണ്ടിലും ഒരേ സനദോടുകൂടി പറയുന്നൊരു ഹദീസുണ്ട്. റൗള ഷരീഫിൽ ചെല്ലുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ സ്വഹാബത്ത് ചെന്നുകൊണ്ട് റൗളയിൽ കിടക്കുന്ന വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങൾ വരൾച്ച ബാധിച്ചുകൊണ്ട് വെള്ളം കിട്ടാതെ ഹലാക്കാവുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ ഉമ്മത്തിന് മഴയെ തരണേ, വെള്ളം തരണേ. നേരിട്ടിട്ടാ പറയുന്നത്, നബിയെ മഴയെ തരി, ഹബീബായ തങ്ങളെ മഴയെ തരണേ എന്ന് റസൂലുള്ളാഹിയോട് ഇസ്തിആസ, സഹായത്തേട്ടം സ്വഹാബത്ത് നിർവഹിച്ചപ്പോൾ ഹദീസുകളിൽ കാണാം നല്ല തണുപ്പുള്ള കുളിർമയുള്ള മഴ സ്വഹാബത്തിന് ലഭിച്ചു. മദീന ആകെ വെള്ളമായി. ഇതറിഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരെ അഭിനന്ദിച്ചിട്ട് പറഞ്ഞു, ഹബീബായ തങ്ങളോട് നമ്മൾ ജീവിതകാലത്ത് ചോദിച്ചതുപോലെ ഹബീബായ തങ്ങളോട് തന്നെ വഫാത്തിന്റെ ശേഷം നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടുവാങ്ങുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇതല്ലേ ഖസ്തലാനി റിപ്പോർട്ട് ചെയ്തത്? ഇതല്ലേ ഫതുഹുൽ ബാരി റിപ്പോർട്ട് ചെയ്തത്? ഇതൊക്കെ സ്വഹീഹായ സനദല്ലേ? ഇനി പറ പെൺമള, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് നശിക്കുമോ ഇല്ലേ? SYS എന്ന് പറയുന്ന വിഘടിത സുന്നികളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് മുഷാവറ മെമ്പറാവാനോ കേവലം SSFന്റെയും SYSന്റെയും പ്രാഥമിക മെമ്പർഷിപ്പ് പോലും ഉണ്ടാവാനുള്ള അർഹതയില്ല സുന്നി എന്ന ആശയത്തെ കാന്തപുരം വിഭാഗം പറയുന്നുണ്ടെങ്കിൽ, അതല്ല മുടിക്കെട്ടിലും അതേപോലെ തന്നെ അമ്മൂന്റെ മുടിയുടെയും പിന്നാലെ പോകാനാ താല്പര്യമെങ്കിൽ എന്ത് വിഡ്ഢിത്തം വിളമ്പിക്കോ. സുന്നി എന്ന പേരങ്ങ് ഒഴിവാക്കുക. സുന്നത്ത് ജമാഅത്ത് സമസ്ത പറയും, ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറയും. ബാക്കി കാര്യം ബഹുമാനപ്പെട്ട കുഴിമണ്ണ ഉസ്താദിന് വിട്ടുകൊടുത്തുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.